വചനം പറയുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും We are saying the Bible verse, declaring the Bible verse, praying still. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ തളർന്നു പോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാവും. Sometimes we become very weak because of that. നമ്മൾ പലപ്പോഴും ദൈവത്തോടും കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? We ask God, why is this happening, God? ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലുമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നതല്ല. Sometimes our mental situation is like we don't even want to pray. നമ്മൾ പലപ്പോഴും ആ സമയങ്ങളിൽ സ്വയമായിട്ട് അതിനെ ഓവർകം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. We try to overcome it by ourselves. ഞാൻ ഇന്ന് പറയുന്നു, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നു, നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വചന പറഞ്ഞു. If you are going through that situation, today's Bible verse is going to help you. ഇന്ന് ഈ വചനം നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. It's going to help you. നമുക്ക് പരിശുദ്ധാത്മാവിനെ പറ്റി ഇന്ന് പരിചയപ്പെടാം. Let's talk about the Holy Spirit today. ഇന്ന് ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. Who is Holy Spirit? What the Holy Spirit can do for us? ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, റോമർക്ക് എഴുതിയ ലേഖനം റോമാലേഖനത്തിന്റെ അകത്ത് ചില വാക്യങ്ങളിലേക്ക് ഒന്ന് പോകാം. Let's go to the Romans, some of the verses. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I hope you can see it. അവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു, 7 പറയുന്നു, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. The carnal mind is enmity against God and it does not subject to the law of God. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. You are not in flesh but in spirit, so that the spirit of God dwells in you. അടുത്ത 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. So we are led by the Spirit of God. The same Spirit that raised Jesus from the dead will cause your spirit also to live. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ ജഡത്തിനല്ല കടക്കാരാകുന്നത്. സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനായിരിക്കുന്നത് എന്ന് വചനം പറയുന്നു. So we should not be bound to the flesh because we do not live in flesh. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിപ്പിക്കും. If we live according to the flesh, you will die surely. So you should live according to the spirit. നിങ്ങൾ നോക്കുക, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പൊ നമ്മുടെ ജഡം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലഷ് എന്ന് പറയുന്നതിനെ എടുത്ത് അവിടെ പറയുകയാണ്. It is talking more about flesh. നമുക്കറിയാം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ളവരല്ലേ, വളരാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവരാ. We like to live in faith and increase in our faith life. എന്നാൽ പലപ്പോഴും ആഗ്രഹത്തിനൊത്തവണ്ണം നമുക്ക് വളരാൻ പറ്റുന്നില്ല. We love to do that, but we are not able to grow according to our wishes. നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും അനുഗ്രഹം പ്രാപിക്കാനും ഒക്കെ നമുക്ക് കൊതിയുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കത് സാധിക്കുന്നില്ല. We like to read the Bible, study the Bible and pray, but it is not getting possible. അതിന്റെ കാരണം നമ്മുടെ ശരീരം അഥവാ ഈ ജഡമെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. നമ്മുടെ 3 ഭാഗം നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് ദേഹം, ദേഹി, ആത്മാവ്, സ്പിരിറ്റ്, ബോഡി, ഫ്ലഷ്, ഇങ്ങനെ 3 ഭാഗമുണ്ട്. We have 3 parts. It's a body, spirit and soul. ഇതിന്റെ അകത്ത് ആത്മാവിലാണ് ഈ സന്തോഷമെല്ലാം ഉള്ളത്. In the soul is all the joy comes in. നമ്മുടെ ആത്മ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. Spirit says about our spirit. എന്നാൽ ഈ ദേഹത്തിനും ദേഹിക്കും ഒരു പ്രശ്നമുണ്ട്. The soul and the body has an issue. ഇത് ബൈബിളിൽ പറയുന്നു, ഇതിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. The thought of the soul and the body is enmity to God. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. Because our flesh is not redeemed yet. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആത്മീയമായി പലതും ആഗ്രഹിക്കുന്നുവെങ്കിലും നമ്മുടെ ശരീരം അഥവാ നമ്മുടെ മനസ്സിന്റെ അകത്ത് അതിനോടൊത്തോണം കയറി വരാൻ പറ്റുന്നില്ല.
Our spirit man is willing, but our flesh and the soul is not coming towards that. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ ഇരുന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. You like to sit in the presence of God for 1 hour. പക്ഷെ നമുക്ക് ഒരു 10 മിനിറ്റ് പോലും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. We can even do for 10 minutes. എന്നാൽ നമുക്ക് 2 മണിക്കൂറിന് മുകളിൽ മൊബൈലിൽ സ്പെൻഡ് ചെയ്യുവാൻ കഴിയുന്നുണ്ട് ഈസി ആയിട്ട്. But we can also scroll through the mobile for 2 hours more easily. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അവർ മാത്രം ഒന്ന് പറയാവോ? നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? How many people do that? Correct. ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ മൊബൈലിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പൊ ഭയങ്കര നിരാശ നമ്മളിലേക്ക് കയറി വരും. So after spending this time in mobile and then we get sad. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ആ നിരാശ വരുന്നത് ചോദിച്ചാൽ, Do you know why we get sad? കാര്യം നിങ്ങൾ ആത്മ മനുഷ്യന്റെ ദാഹത്തെ അവിടെ ഫില്ല് ചെയ്തില്ല. Because your spirit man is not filled. അപ്പൊ നമ്മൾ അത്രയും നേരം എന്തുകൊണ്ടാണ് നമുക്ക് അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ കഴിയുന്നുമില്ല, പക്ഷെ 2 മണിക്കൂർ നമുക്ക് മൊബൈൽ അഥവാ ലോകപ്രകാരം സ്പെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. We cannot spend in the spirit for 30 minutes, but we can do everything for 2 hours in the world. അതിന്റെ കാരണം It's because നിങ്ങളുടെ ആത്മാ മനുഷ്യനേക്കാൾ നിങ്ങളുടെ ജഡ മനസ്സിന് ശക്തിയുണ്ട്. your flesh body is stronger than the spirit man. കണ്ടോണേ, അപ്പൊ നമ്മുടെ ആത്മ മനുഷ്യനും ജഡ മനുഷ്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. There is a difference between the spirit man and the body. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ വചനം പറയുന്നു ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. റോമർ 7 പറയുന്നു ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. The carnal mind is enmity against God. അത് ദൈവത്തിന്റെ ന്യായപ്രമാണം അഥവാ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുന്നില്ല. And it doesn't subject to the law of God. അതാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും മൊബൈൽ ഫോണിൽ നമ്മൾ അതിനേക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. You like to pray, but you spend more time in the cell phone. ഞാൻ ഈ മൊബൈൽ എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പല രീതിയിൽ തന്നെ വ്യതിയാനം സംഭവിക്കാം, മാറ്റങ്ങൾ I'm just സംഭവിക്കാം. saying mobile phone, it can be many other things. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പലപ്പോഴും ആളുകൾ കുറെ കഴിയുമ്പോൾ നിരാശയിലോട്ട് കയറിപ്പോകും. So after doing this for a little time, they get into a depression. നമ്മൾ സ്വയമായിട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങും. നമ്മളെ തന്നെ We will start കുറ്റപ്പെടുത്താൻ തുടങ്ങും, കംപ്ലൈന്റ് we will start complaining about that. നമ്മൾ അല്ലെങ്കിൽ പിശാചിന്റെ മേൽ കംപ്ലൈന്റ് കൊടുക്കാൻ തുടങ്ങും. We will say that the devil did that. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മാവിലാണ് രക്ഷ വന്നിരിക്കുന്നത്, ജഡത്തിന് വീണ്ടെടുപ്പ് വന്നിട്ടില്ല. Because our body is not redeemed, our spirit man is redeemed. ഇപ്പൊ നമ്മുടെ ആത്മ മനുഷ്യനും ജഡവും ഒരേപോലെ വീണ്ടെടുക്കപ്പെട്ടുവെങ്കിൽ ഇതൊന്നും വിഷയമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മീയമായി സ്പെൻഡ് ചെയ്യും. If our spirit man, if our carnal mind is redeemed, then we can spend a lot എന്നാൽ of നമുക്ക് time. എങ്ങനെ ഇതിനെ ജയിക്കാൻ പറ്റും? But how can we overcome? അത് അടുത്ത വാക്യത്തിൽ പറയുന്നു, 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ ജഡ സ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രയെന്ന് വചനം പറയുന്നു. Which verse is that, brother? 9, സിസ്റ്ററെ. 9. Okay, but you are not in flesh, but in spirit. If so, that the spirit of God will dwell in you. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. But if the spirit in him who raised Jesus from dead is living in you, then he who raised Jesus Christ from the dead will also give life to your mortal body. കണ്ടോ, അപ്പൊ നമ്മൾ ആത്മ മനുഷ്യന്റെ ആഗ്രഹം നമ്മൾ ജീവനിൽ വാഴണമെന്നാണ്. Your spirit man is want to live in life. അപ്പൊ നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുവാൻ ആഗ്രഹമില്ല. But our flesh doesn't like to be under the law of God. അതിന്റെ അർത്ഥം ജഡം കുഴപ്പമുണ്ടെന്നല്ല. അതിന്റെ അർത്ഥം It doesn't mean that flesh is a problem. ഇതിന് വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടില്ല. It has not redeemed. അപ്പൊ ഇതിനെ സഹായിക്കുക എന്നുള്ള ഡ്യൂട്ടിയും കൂടെ നിങ്ങൾക്കുണ്ട്. So you have to help the flesh. പക്ഷെ നിങ്ങൾക്ക് സ്വയമായിട്ട് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. But you can't control that by yourself. ഇനി എത്ര പേര് തീരുമാനം ഇനി മുതൽ ഞാൻ മൊബൈലിൽ ഫോണിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ പ്രാർത്ഥനയിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന തീരുമാനമെടുത്ത് പരാജയപ്പെട്ടു പോയ എത്ര പേരുണ്ട്?
How many people have decided I will not use this and I will be in prayer long time? Every day we do that. കണ്ടോ, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ? Every day you fail. നോക്കിക്കേ, അപ്പൊ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന The person who is failing every day, നിങ്ങൾ തിരിച്ചറിയണം, you should understand നിങ്ങൾക്ക് സ്വയമായിട്ട് അതിനെ ജയിക്കാൻ കഴിയത്തില്ല. you cannot do it by yourself. നിങ്ങൾ എല്ലാ ദിവസവും തീരുമാനമെടുത്ത് നിങ്ങളുടെ ജഡത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും തോറും ഇതിന് ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. The more you try to control the flesh by yourself, the more it is going to get എന്നാൽ stronger and stronger. ബൈബിൾ പറയുന്നു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്ന വചനം പറഞ്ഞേക്കുന്നത്. But because you can put the flesh down because of your spirit, by your spirit. അവിടെ കൊടുക്കുന്ന വാക്ക് ഇതാണ്, മോർട്ടിഫൈ യുവർ ബോഡി എന്ന് പറഞ്ഞേക്കുന്നത്. മോർട്ടിഫൈ യുവർ ബോഡി. It says mortify your body. അപ്പൊ എങ്ങനെയാണ് ഇത് മോർട്ടിഫൈ ചെയ്യുന്നത്? How can you mortify this body? ശ്രദ്ധിച്ചോണം, ജഡത്തിന്റെ ആഗ്രഹം അഥവാ ജഡം എന്ന് പറഞ്ഞ നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെ ആഗ്രഹം The soul and the body, ഈ ലോകത്തോട് അനുരൂപരാകാനാ. it wants to be along with this world. അതാണ് നമ്മൾ എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ ഈ ലോകത്തിന്റെ കാലഗതിയെയും ട്രാൻസ്ലേഷൻ കുഴപ്പമില്ല കേട്ടോ, ആകാശത്തിന്റെ കീഴിൽ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച്, അതായത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ആളുകളെ പോലെ ജീവിക്കാനാണ് നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹം. The body wants to live like how it is being in the worldly man. ലോക മനുഷ്യൻ എങ്ങനെ പോകുന്നു അങ്ങനെ ജീവിക്കണം നമുക്ക് ആഗ്രഹം കൂടുതലും. How the worldly person goes, that's where we want to go. പക്ഷെ നമ്മുടെ ആത്മ മനുഷ്യൻ അറിയാം, സ്വർഗത്തിലെ ദൈവം യേശുക്രിസ്തുവിലൂടെ വലിയ കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുക. But our spirit man knows there is a lot of things that is stored in our body. പക്ഷെ നമ്മുടെ ആത്മ മനുഷ്യൻ ജഡത്തെക്കാൾ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് ഈ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ജഡത്തെ. Because the body is stronger and the spirit man is weak, the spirit man is not able to control the body. കണ്ടോ, അപ്പൊ ഇങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, in this time what you should do, ഈ പ്രവർത്തികളെ മരിപ്പിക്കുക എന്ന് പറയുന്നത്, the mortifying this thing is, ഇതിന്റെ 29ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ, when you read the 26 വായിക്കുമ്പോ, 26 verse, ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമുക്ക് തുണ നിൽക്കുന്നു. The spirit helps us in our weakness. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? സഹായമായി നിൽക്കുന്നു. The Holy Spirit helps us. കാരണം അപ്പൊ നമുക്ക് എന്തുണ്ട്? ബലഹീനതയുള്ളത് ആത്മാവിലല്ല, ജഡത്തിലാണ്. So we don't have weakness in the spirit, we have weakness in the flesh. ഞാൻ ഈ മൊബൈൽ ഫോൺ എന്ന ഉദാഹരണം മാത്രം പറഞ്ഞുള്ളൂ, പല വീക്ക്നെസ്സും നമുക്കുണ്ട്. There are many weaknesses. I just talked about ചിലർക്ക് ഇതായിരിക്കത്തില്ല, മൊബൈൽ ആയിരിക്കത്തില്ല, അഡിക്ഷൻ വേറെ എന്തെങ്കിലും അഡിക്ഷൻ ആയിരിക്കും ഉള്ളത്. So some people have other addictions. നോക്കുക, അപ്പം ചില സഹോദരന്മാർ പറഞ്ഞു, ബ്രദർ എനിക്ക് ഭയങ്കര ഈ പോൺ വീഡിയോസിന് ഞാൻ അഡിക്റ്റഡ് ആണ് ചിലർ പറയാറുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിയുന്നില്ലെന്ന് ചിലർ പറയാറുണ്ട്. Some people are addicted to porn. എനിക്ക് മറ്റ് ചില വിഷയത്തിന്റെ അകത്ത് ഞാൻ ഭയങ്കര വീക്കാണ് ചിലർ പറയാറുണ്ട്. Some people say that I am weak in other places. അപ്പൊ എനിക്ക് കയറി വരാൻ പറ്റുന്നില്ല, ഞാനിപ്പോ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ പോവാന്ന് കരഞ്ഞു പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. I know some people are crying and saying I am backslidden. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല നിങ്ങളുടെ ജഡത്തെയും മനസ്സിനെയും. One thing you should understand, you cannot control the flesh. ആദ്യം മനസ്സിലാക്കുക, ഇത് വീക്ക്നെസ് ആണ്. This is a weakness. ഇത് വീണ്ടെടുക്കപ്പെടാത്ത ശരീരത്തിന്റെ പ്രശ്നമാണ്. This is a problem of the body that is not redeemed. എന്നാൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, പരിശുദ്ധാത്മാവ്. But there is a person who can control this. That is the Holy Spirit. നമ്മൾ റോമാലേഖനം വായിച്ച സമയത്ത് ഒരു വാക്കുണ്ട്, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്നും ഉയർപ്പിച്ച ആത്മാവ്. നിങ്ങൾ നോക്കിയാൽ വേണ്ട 15ാമത്തെ വാക്കുണ്ട്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. The same spirit that raised Jesus from the dead is living in you. കണ്ടോ, ഡെഡ് ബോഡികളെ ഉയർപ്പിക്കാൻ ശക്തിയുള്ള ആക്ക് നിങ്ങളുടെ ബലഹീനതകളെ നിയന്ത്രിക്കുവാൻ കഴിയും. The spirit that can raise the dead bodies can control your body. നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ, ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ പിന്നെ എത്ര മരുന്ന് കൊടുത്താലും എത്ര നിങ്ങൾ തടവി വിളിച്ചാലും ആ വ്യക്തി എണീറ്റ് വരത്തില്ല.
If a body is dead, then how much ever, whatever you do, that body is not going to get up. എന്നാൽ പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ ഈസി ആയിട്ട് ആ വ്യക്തി ചാടി എണീറ്റ് വരും. But the Holy Spirit thinks it can come out. അപ്പൊ ഇത്ര ശക്തനായ ഒരു ആത്മാവ് നിങ്ങളുടെ അകത്തുണ്ട്. So the strong spirit is inside you. പക്ഷെ നിങ്ങൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ അനുവദിക്കാതെ നിങ്ങൾ ഈ സ്വഭാവങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും പ്രിയരെ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. You are not letting the spirit do the job and you are trying to control by yourself. അതുകൊണ്ടാണ് വചനം പറഞ്ഞത് പരിശുദ്ധാത്മാവ് എന്റെ ബലഹീനതകളിൽ എന്നെ സഹായിക്കുന്നു. That's why it says that the Holy Spirit is helping you. നോക്കിക്കേ, അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എന്റെ ബലഹീനതകളിൽ സ്ട്രോങ് ആക്കുവാൻ സഹായിക്കുന്നയാളാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit is a person who can help you when you are weak. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരാക്കി വിടത്തില്ല. In John chapter 14 verse 18 it says, I will never leave you as orphans. കണ്ടോ, നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയരെ. You are not by yourself. വിശ്വാസ ജീവിതം ഒറ്റയ്ക്കല്ല. Faith life is not by yourself. പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്ന ജീവിതമാണ്. You have a life that is നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ വീക്ക്നെസ്സുകളെ നന്നായി അറിയാവുന്ന ആള് നിങ്ങളുടെ കൂടെയുണ്ട്. The weakness that you have, the person Holy Spirit knows everything. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ പിതാവിലേക്ക് പോകുന്നത് പിതാവിലും നിങ്ങൾ എന്നിലും താഴോട്ട് വരുമ്പോഴേക്ക് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ പറ്റി യേശുക്രിസ്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. 26-ാം വാക്യം 26 26 verse, there is an advocate, the Holy Spirit, the Father will send in my name and he will teach you all things. കണ്ടോ, എങ്കിലും എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളെ ഉപദേശിച്ചു തരും. He will teach you. കണ്ടോ, ഈ പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും പ്രിയരെ. The Holy Spirit will tell you what to do. റോമാലേഖനം 8-ൽ പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്റെ ബലഹീനത എന്നെ സഹായിക്കുന്നു. The in Romans 8 it says the Holy Spirit will help you in your weakness. നോക്കി, അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യുകയും എന്നെ പഠിപ്പിക്കുകയും എന്നെ ഉപദേശിക്കുകയും ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. So the Holy Spirit is helping you and teaching you. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണം, എനിക്ക് ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ ഹെൽപ്പ് ചെയ്യണം. Holy Spirit, please help me to get out of the situation. Ask him. ഞാൻ ഈ വാക്യം വായിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 13 ആണ്. സൗഖ്യമാക്കുവാൻ കർത്താവെ അങ്ങയുടെ കരം നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാനും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ കൂടെ പ്രസ്താവിപ്പാനും നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ എന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുക. So in here the apostles are praying that stretch out your hand to heal and perform sign and wonder through the name of the holy servant Jesus. നോക്കിക്കേ, അപ്പൊ പരിശുദ്ധാത്മാവിനെ പറ്റി അപ്പോസ്തലന്മാർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, അവിടെ അവിടെ സുവിശേഷത്തിന് വിരോധമായിട്ട് പന്തിയോസ് പിലാത്തോസും അവിടെ റോമക്കാരും യഹൂദന്മാരും എല്ലാം എതിർപ്പ് ആരംഭിക്കാൻ തുടങ്ങി, വലിയ പീഡ ഉണ്ടാകാൻ തുടങ്ങി. These people are being tortured by this Pilatus and Herod and everyone. അപ്പൊ ശിഷ്യന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. The servants of God, the disciples are not able to stand. അപ്പൊ ആ സമയത്ത് അവര് പ്രാർത്ഥിക്കുക, കർത്താവേ പൂർണ്ണ ധൈര്യം. പിന്നെ ധൈര്യം ഇപ്പൊ ഇല്ല, ധൈര്യം എല്ലാം ചോർന്നു പോയി. I need a power. All the power and has been gone from them. ഇങ്ങനെ അവര് പ്രാർത്ഥിച്ചത് when they were praying because ഈ 31-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൂടിയിരിക്കുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. കണ്ടോ, after they prayed, the place they were meeting was shaken and they were filled with the Holy Spirit. കണ്ട, ചോദിച്ചത് ദൈവത്തോട് ധൈര്യമാണ്, വന്നത് പരിശുദ്ധാത്മാവാണ്. They asked for boldness, they got Holy Spirit. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, അപ്പൊ ചോദിച്ചത് ധൈര്യം വരാൻ വേണ്ടിയും വന്നത് പരിശുദ്ധാത്മാവാ. They prayed for boldness, but the Holy Spirit came. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു അവര്. കണ്ടോ, നിറഞ്ഞു, filled with the Holy Spirit. അടുത്ത വാക്യത്തിൽ പറഞ്ഞു ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. And they spoke the word of God boldly. അവിടെ പ്രാർത്ഥന എന്തായിരുന്നു? വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കാൻ തന്റെ ദാസന്മാർ കൃപ തരണം. അപ്പൊ ധൈര്യമില്ല, ധൈര്യം ഉണ്ടാകണമേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. They asked for the boldness and grace to preach the word. പക്ഷെ ഇവിടെ വചനം പറഞ്ഞവർ പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിച്ചു.
But they say they spoke the word എന്റെ word കൂടെ of പറഞ്ഞ God boldly. പരിശുദ്ധാത്മാവ് വന്നാൽ ധൈര്യം ഉണ്ടാവുമെന്ന് പറ. Say, Holy Spirit, when Holy it will come, I will have boldness. പരിശുദ്ധാത്മാവ് വന്നാൽ ധൈര്യം ഉണ്ടാകും. ആമേൻ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങളുടെ ബലഹീനതകൾ, പരിശുദ്ധാത്മാവ് വന്നാൽ എന്നല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിലേക്ക് വന്നാൽ, So if you have fullness of the Holy Spirit, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പലപ്പോഴും നമ്മൾ ബലഹീനരായിരിക്കുന്നതിന്റെ കാരണം നിറവില്ലാത്തത് കൊണ്ടാണ്. so we are weak in some places because you do not have the fullness of the Holy Spirit. കുഴപ്പം മൊബൈൽ ഫോണിന്റെ അല്ല, It's not the problem of the Holy കുഴപ്പം നിങ്ങളുടെ phone. വീക്ക്നെസിന്റെ അല്ല, It's not because of your weakness, പകരം ഇവിടെ നിറവില്ലാത്തത് കൊണ്ടാണ്. because you don't have the fullness ഇവിടെ of the നോക്കിയ Holy Spirit. ശിഷ്യന്മാര് സുവിശേഷം പറയാൻ റെഡിയാണ്. The disciples are ready to say the word. ദേശം മുഴുവൻ പീഡ നടന്നുകൊണ്ടിരിക്കുക. There is a lot of persecution happening. ഇവർക്ക് ധൈര്യമില്ല പ്രിയരെ. They are not bold. കണ്ടോ, ആഗ്രഹമുണ്ട്, ധൈര്യമില്ല. They like to do it, but they are not bold. നിങ്ങൾ അങ്ങനെയല്ലേ, ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് പറ്റുന്നില്ല. You are also like that. You want to ഇവിടെ do it, but നോക്കിക്കേ, you cannot do it. ഇവരുടെ മേലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെടും. അവർ ആത്മാവിൽ നിറഞ്ഞപ്പം ധൈര്യം ഉണ്ടായി. When they had the fullness of the Spirit, they got boldness. കണ്ടോ, അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത്, കർത്താവേ, ആത്മാവിന്റെ നിറവ് എന്റെ മേലേക്ക് അയക്കണം. So you need to ask God, send the fullness of the Holy നിങ്ങൾ ഇപ്പൊ Spirit. പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണ്ട. If you're unable to even pray, don't try to pray. നിങ്ങളിപ്പോ വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വിശ്വസിക്കാൻ ശ്രമിക്കണ്ട. If you are unable to believe, don't try to believe. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ശക്തിയാൽ എന്നെ കൂടുതൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. Ask fullness of the Holy Spirit. എനിക്ക് ആത്മാവിന്റെ നിറവിലേക്ക് എന്നെ കൊണ്ടുവരണം കർത്താവേ. Please bring me to the fullness of the Holy ഇതിങ്ങനെ Spirit. വാക്കുകൊണ്ട് ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം, കണ്ടോ, When they were praying, എത്ര സമയം ഇരുന്നു നമ്മുടെ കൊടുത്തിട്ടില്ല. it's not said how many times എത്ര നേരമായെന്ന് അവിടെ പറയുന്നില്ല. how many minutes have passed away, we do not പക്ഷെ know. ഏതോ ഒരു സമയത്ത് ആത്മാവിന്റെ നിറവ് അവരുടെ മേലേക്ക് വന്നു. കണ്ടോ, But at one point of time, the fullness of the Holy Spirit പ്രിയരെ, came. നിങ്ങൾ പലപ്പോഴും ചെയ്യേണ്ടത് ഇതാണ്. This is what you got to do. മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, If you want to pray on for hours, പക്ഷെ നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നില്ല. പലപ്പോഴും മണിക്കൂറുകൾ ടിവിയിലും മൊബൈലിലും മറ്റു ലോകത്തിലും നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. but for hours you are in the world and in the TV and in the mobile phone, നിങ്ങൾ അതിനെ ശാസിച്ചുകൊണ്ടിരിക്കുക. you are trying to curse that. എന്നിട്ട് വല്ലോ മാറ്റമുണ്ടോ? Nothing is happening. എന്തെങ്കിലും രൂപാന്തരം വരുന്നുണ്ടോ? Is there anything results? ഇല്ല. കാരണം എന്താണെന്ന് അറിയാം, നിറവ് വരുന്നില്ല. Because you do not have the fullness of the Holy Spirit. അപ്പൊ ഇത് ചോദ്യം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. So if I ask only, it will come. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ചില സ്വഭാവങ്ങൾ അങ്ങനെയൊക്കെയാണ്. So that's the nature of the Holy Spirit. നമ്മളെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം ഒരു റോബോട്ടായിട്ട് നിങ്ങളെ കൊണ്ടുപോകാനല്ല. Holy Spirit doesn't like to be a robot in your life. ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നുണ്ട് We പരിശുദ്ധാത്മാവ്. always want to communicate with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം നിങ്ങളോട് മിണ്ടാൻ ആഗ്രഹമുണ്ട്. Holy Spirit love to communicate to you. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. Holy Spirit loves to love you. ക്രിസ്തുവിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. He likes to make you bold in Christ. പിതാവായ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. He likes to make you close with the Father God. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് നമ്മൾ സ്വയമായിട്ട് ചിന്തിക്കുന്നില്ല. നമ്മളിപ്പോഴും നമ്മളെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. But we are trying to control ourselves. നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ജയാളിയാക്കാൻ നോക്കുവാണ്. We are trying to be victorious by ourselves. പ്രിയരെ, പരിശുദ്ധാത്മാവെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. Ask the Holy Spirit to help you. പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തരണേന്ന് പ്രാർത്ഥിക്കണം. Holy Spirit, please help me. പരിശുദ്ധാത്മാവ് എനിക്ക് ദൈവസന്നിധിയിൽ സമയം സ്പെൻഡ് ചെയ്യാൻ സഹായിക്കണം. Holy Spirit, please help me to spend some time. എനിക്ക് ഇങ്ങനെ വീക്ക്നെസ്സുകൾ ഉണ്ട് കർത്താവേ. I have these kind of weaknesses. ഒരു മടിയും കൂടാതെ ദൈവത്താത്മാവോട് പറയരേ. Don't be afraid. Just talk നമ്മൾ to the ഒന്നിനും Holy അതിനു Spirit. വേണ്ടി നിങ്ങൾ ഷെയിം ആകും ഒന്നും വേണ്ട. You don't have to become ashamed of that. നോക്കിക്കേ, നിങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. Holy Spirit knows you very, very well. ഇനി അങ്ങനെ പറഞ്ഞില്ലല്ലോ, എന്താ ബ്രദറെ കുഴപ്പം? So what if I don't say that?
അതാണ് നമ്മൾ റോമാലേഖനം 11 വാക്യത്തിൽ നമ്മൾ റോമർ 8:11 നമ്മൾ വായിച്ചു. യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ആത്മാവിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. കണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കും. It will give life to your mortal bodies, otherwise you will die. നോക്കിക്കേ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. If you are living according to the flesh, you will die for sure. നോക്കിക്കേ, ആത്മാവിനാൽ ജഡത്തിന്റെ 13 വാക്യമാണ്, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിപ്പിക്കും. If you live according to the flesh, you will die. But എന്താ മോർട്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, what do you mean by mortify the body? നിങ്ങളുടെ ബലഹീനതകളെ നിങ്ങൾ മനസ്സിലാക്കി, your weakness you need to ഞാൻ understand. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോസ്തലന്മാര് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് ഞങ്ങൾക്ക് ധൈര്യം വേണം. Acts, they are saying that they give us boldness. എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ അപ്പോസ്തലന്മാർ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, ഇവർക്ക് ഭയങ്കര പേടിയാതിരിക്കട്ടെ. So imagine that they are very scared. ഇവര് പെട്ടെന്ന് പേടി മാറിപ്പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് വചനം പറയാൻ ഇറങ്ങിയാൽ ഇവര് പേടിച്ചു പോകുവോ അതോ ഇവര് മുന്നേറുവോ? എന്താ സംഭവിക്കാൻ പോണേ? If they say let the weakness go and then it will not, what do you think it will happen? മുന്നേറും. ശ്രദ്ധിക്കുക. അപ്പം ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഈ ബലഹീനതയും വെച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ റോമാക്കാരൻ വാളും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോ പിന്മാറ്റത്തിൽ പോകാൻ സാധ്യതയുണ്ട്. With this weakness, if I go towards the Romans, I will be backslidden. കണ്ടോ? അപ്പൊ അവർക്ക് മനസ്സിലായി, ഈ ബലഹീനതയും കൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയത്തില്ല, അവർ പിന്മാറിപ്പോകും. If I go with this weakness towards, I will not be going forward, I will be backslidden. എന്നാൽ അവർ ദൈവസന്നിധിയിലേക്ക് ഈ വിഷയത്തെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ? So after they give this to the Holy Spirit, the fullness of the Holy Spirit came. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് നിറവ് ആവശ്യമാണ്. We need the fullness. നമ്മുടെ ശരീരം എടുക്കപ്പെടാത്തത് കൊണ്ട്, because our body is not ready, നമ്മുടെ ആത്മ മനുഷ്യന് ദൈവാത്മാവിന്റെ നിറവുണ്ട്. our spirit man has the fullness of the പക്ഷെ Spirit. നമ്മുടെ ജഡത്തിലാണ് പലപ്പോഴും ബലഹീനതകളുള്ളത്. But your flesh has the weakness. കർത്താവ് പറഞ്ഞില്ലേ, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. You're saying that the flesh is weak, but the spirit is ready. നോക്കിക്കേ, നമ്മള് കൊരിന്ത്യർ ലേഖനത്തിന്റെ അകത്ത് വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നൊരു വാക്ക്, കർത്താവേ യേശുക്രിസ്തു പറയുന്ന വാക്കാണ്, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു എന്ന് പറഞ്ഞല്ലേ? My grace is sufficient for you. കണ്ടോ? അപ്പൊ പരിശുദ്ധ ദൈവത്തിന്റെ ശക്തിയുടെ പ്രത്യേകത, എന്റെ ബലഹീനതകളിൽ നിറഞ്ഞു വരും. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. കണ്ടോ? നിന്റെ ബലഹീനതകളിൽ നിറവായി വരും. My grace is sufficient. The fullness of the Spirit will come. അപ്പൊ നമ്മുടെ ബലഹീനതകളിൽ നിറവുകളാണ് വരേണ്ടത്. In your weakness, the fullness needs to come. പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സമയത്ത്, ബ്രദറെ എനിക്ക് അത്രത്തോളം മാനസികാവസ്ഥയിൽ ഞാൻ കടന്നു പോവാ, ബ്രദറെ എനിക്ക് പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അങ്ങനെ നമുക്ക് ദേഷ്യം വരത്തില്ലേ? I am trying to pray, but I am not able to pray. You will get mad at it. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ സങ്കടമൊക്കെ വരാറില്ല. ഇത് എനിക്ക് പ്രാർത്ഥിക്കാനും പറ്റുന്നില്ല, പാടാനും പറ്റുന്നില്ല, വചനം പറയാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളോട് തന്നെ കുറ്റം പറയാറില്ലേ? എത്ര പേർ അങ്ങനെ ചെയ്യാറുണ്ട്? Sometimes you are like, I am not able to pray, I am not able to sing, I am not able to do anything else. You are mad at it. എത്ര പേര് പറയാറുണ്ട് പ്രിയരെ? മടിയില്ലാത്തവരൊന്ന് പറഞ്ഞേ. ഇനി കേട്ടെ, ഇനി നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ നമുക്കൊരു ബലഹീനത ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഉടനെ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിക്കരുത്. നിറവ് വേണം നമുക്ക് ആ സമയത്ത്. So if you are unable to do and you think that there is a weakness, don't try to pray about it. ഇതാണ് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും. This is what it says in Corinthians, that my grace is sufficient for you in your weakness. കണ്ടോ? അപ്പൊ എന്റെ ബലഹീനതകളിൽ നിറവ് വെളിപ്പെടുമ്പോൾ ഞാൻ നോർമലായി മാറും. When there is a fullness of the Holy Spirit, I will become normal. കണ്ടോ? ഇത് പലപ്പോഴും മനസ്സിലാക്കാതെ you are not understanding this. നിങ്ങൾ നിരാശയിലോട്ട് പോകുന്ന ഒരു അനുഭവമുണ്ട്. You are going into depression because of this. പരിശുദ്ധാത്മാവ്, എനിക്ക് ഈ സമയത്ത് ശക്തി വേണം. പരിശുദ്ധാത്മാവേ, I need the fullness of the Holy Spirit. എനിക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ശക്തി വേണം. അപ്പാ, I need strength to pray, Lord. എനിക്ക് പിടിച്ചു നിൽക്കാൻ ബലം വേണം. പരിശുദ്ധാത്മാവേ,
Holy Spirit, I need strength to hold on. എനിക്ക് ദൈവസന്നിധിയിൽ മണിക്കൂറുകൾ ഇരിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ശക്തി വേണം കർത്താവേ. I need the strength to sit in the presence of God ഞാൻ for a long time. മണിക്കൂറുകൾ ലോകത്തിലും ഫോണിലും മറ്റിലും ഒക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ ഞാൻ വെറും തുച്ഛമായ സമയം മാത്രമാണ് കർത്താവ് ഉപയോഗിക്കുക. എനിക്ക് ശക്തി വേണം പരിശുദ്ധാത്മാവേ. When I'm spending a lot of time in the world and on the phone and everything, I need strength to be ഇത് there. നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. You need to keep on asking it. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. You should keep on asking this. ഇല്ലെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. Otherwise you will die. എന്താ ഞാനിത് പറയാൻ കാരണം അറിയാവോ? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ഇങ്ങനെയാണ് മരിപ്പിക്കുന്നത്. This is how you mortify your body. വചനം പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, If you are not able to say even the Bible verse, മരിച്ചവരെ ഉയർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തരണേ എന്ന് പറയണം. so you need to tell that the spirit that is raised Jesus from the death, you have to ask him to come inside you. കുടുംബത്തിനകത്ത് പലപ്പോഴും നമ്മൾ വിഷമിച്ച് ഭാരപ്പെട്ടിനി എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിന്റെ ചിന്തയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ബലം വേണം. Sometimes you are in the family that I don't even know what to do. Then you have to ask the Holy Spirit to come and give you strength. അപ്പൊ ഇത് തിരിച്ചറിയാതെ Without knowing this, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, if you are sitting in the presence of God, നോക്കിയേ, ഞാൻ പറഞ്ഞതിലും കുഴപ്പമില്ല. 2 കൊരിന്ത്യർ 12:9 പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. കണ്ടോ, എന്റെ കൃപ നിനക്ക് മതി. my grace is sufficient for you, my strength is made perfect in weakness. നോക്കിക്കോ, അപ്പൊ പരിശുദ്ധാത്മ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ എല്ലാ ബലഹീനതകളിലും തികഞ്ഞു വരുന്നതാണ് പ്രിയരെ. The strength of God is enough for all your weakness. അപ്പൊ നമ്മുടെ എല്ലാ ബലഹീനതകളെയും അറിയുന്നയാള് ആ സമയത്ത് പലപ്പോഴും, നിങ്ങൾ ഈ സമയത്ത് കർത്താവ് എനിക്ക് മാനസികാവസ്ഥയിൽ വല്ലാത്തൊരു, നിങ്ങൾ ധൈര്യമായിട്ട് പറ, പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തി തരണം, എനിക്ക് പ്രാർത്ഥിപ്പാനും പിടിച്ചു നിൽക്കാനുള്ള ബലം തരണം, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം, എനിക്ക് ആ ബലം നിങ്ങളിൽ ഉണ്ടാകുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. You have to ask the Holy Spirit, give me strength until the strength comes in you. ഈ ദിവസങ്ങളാണ് ചെയ്ത് നോക്കിക്കേ. Try to do that. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, അടുത്ത നിമിഷങ്ങൾ നിങ്ങൾക്ക് ബലമായിട്ടത് മാറും. So you will have strength after that. ആ നിമിഷം മുതൽ നിങ്ങൾ ശക്തരായി മാറാൻ തുടങ്ങും. You will become stronger from that. അതിന്റെ അർത്ഥം നിങ്ങൾ ശക്തി ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. It is not that you don't have strength. നമ്മുടെ ജഡത്തിന് വീണ്ടെടുപ്പ് സംഭവിക്കാത്തോളത്തോളം കാലം Because your body is not redeemed. നമുക്ക് നിറവ് ആവശ്യമാണ്. You need the fullness of the Holy ശിഷ്യന്മാർ Spirit. യേശുവിനെ കണ്ടവരാണ്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണ്. 3-ാം അധ്യായത്തിൽ മുടന്തുള്ളൊരു മനുഷ്യനെ എണീപ്പിച്ചവരാണ്. കണ്ണുകൊണ്ട് അത്ഭുതം കണ്ടവരാണ്. എന്നിട്ടും അവർ അധൈര്യപ്പെട്ടു പോയി. കണ്ടോ? The Holy Spirit, the disciples were with the Jesus. They have done miracles, but still they were not strong. കണ്ടോ? അത്രയും കിട്ടിയവർക്ക് ഇത്രയും അവർ ഡൗൺ ആയി പോയെങ്കിൽ, If all these things they saw and still they are not strong. കണ്ടോ, യേശുവിനെ നേരിക്കണ്ടു, കർത്താവിന്റെ ക്രൂശ് മരണം കണ്ടു, കർത്താവിന്റെ ഉയർപ്പ് കണ്ടു, കർത്താവ് ജീവനോടെ വന്ന് വെളിപ്പെട്ടത് കണ്ടു, പരിശുദ്ധാത്മാവിന്റെ തീ വന്നു, എന്നിട്ട് പോലും അധൈര്യപ്പെട്ടു പോയവരാ. They saw Jesus, they saw the resurrection, they saw everything, but still they got weak. എന്റെ പ്രിയരെ, നമ്മളും ഇങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. We all also become like that sometimes. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ അയച്ചിരിക്കുന്നത്. That's why the helper, the Holy Spirit, is sent to അത് you. നിങ്ങൾ മറന്നു പോകരുത്. You don't forget that. പരിശുദ്ധാത്മാവ് വന്നത് തന്നെ എന്നെ സഹായിക്കാൻ വേണ്ടിയാ. The Holy Spirit is here to help me. അപ്പൊ പരിശുദ്ധാത്മാവോട് ചോദിക്കും ധൈര്യമായിട്ട്, കർത്താവ് എനിക്ക് പറ്റുന്നില്ല, എന്നെ സഹായിക്കണം. Holy Spirit, ask the Holy Spirit, എനിക്ക് I'm not able to do it. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, I am not even able to believe. എനിക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല, I am not able to stand. എനിക്ക് ഹെൽപ്പ് വേണം. I need help. ഒരു മടിയും വേണ്ട പ്രിയരെ. Don't be ashamed to ask that. നന്ദി കർത്താവ്. നമുക്ക് ഒരുമിച്ച് പറയാം. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വേഗത്തിൽ പ്രാർത്ഥിക്കാം. Brother, can I ask you ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ. fullness of Holy Spirit എന്ന് പറഞ്ഞാൽ എന്തുവാ?
പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ഉദ്ദേശിക്കുന്നത്. സിസ്റ്റർ, What does mean? പരിശുദ്ധാത്മാവിന്റെ നിറവ് രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്ന്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഞാനിപ്പോൾ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു കുപ്പിക്കകത്ത് നമുക്ക് വേണമെങ്കിൽ അല്പം വെള്ളം ഒഴിക്കാം, അത് നിറയ്ക്കാം, പകുതിയാക്കാം, അല്ലെ? 3 രീതി നമുക്ക് വെള്ളത്തെ എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അപ്പം നമ്മള് പരിശുദ്ധാത്മാവെ, ഇപ്പൊ ശിഷ്യന്മാർ കണ്ടില്ലേ, അവർ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ ആത്മാവിൽ നിറഞ്ഞവരാ, അല്ലെ? അവരാത്മാവിൽ നിറഞ്ഞു അന്യഭാഷ പറഞ്ഞവരാ. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പിന്നെയും പറയുക, അവരെ വീണ്ടും നിറച്ചു. കണ്ടോ? അതിന്റെ അർത്ഥം ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂസ് നടക്കുന്നതാ. ഇത് നമ്മൾ ഈ നിറവ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും, ഈ നിറവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒഴുകുന്നതനുസരിച്ച് പിന്നെയും നമ്മൾ ഫില്ല് ചെയ്യണം. മനസ്സിലായോ? ആത്മാവിൽ നിറഞ്ഞവരെന്നുള്ളത് ഒരു പ്രാവശ്യം സംഭവിച്ചതല്ല, അത് ഒരു പ്രാവശ്യം മാത്രമുള്ളതല്ല, ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പൊ അത് നമ്മളിൽ സംഭവിക്കുമ്പോൾ എങ്ങനെ അറിയുന്നു വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഫുൾ കൺട്രോളിലേക്ക് നമ്മൾ വരും. ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിങ്ങനെ 2 മൈൻഡ് വരത്തില്ല, ഡ്യുവൽ മൈൻഡ്. അതായത് എനിക്ക് വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഒരേ സമയമുണ്ട്, അതേസമയം ഞാൻ ബലഹീനനും കൂടെയാണ്, അല്ലെ? ഇത് ഫുൾനെസ് അല്ല. ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ, യേശു ലൂക്കോസിന് 4 പറഞ്ഞു, യേശു ആത്മാവിന്റെ നിറവോടെ യെരൂശലേമിലേക്ക് പോയെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ഫുള്ളായിട്ട് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, കണ്ടോ, കൺട്രോൾ ചെയ്യുക. ആത്മനിറവ് വരുമ്പോഴാണ് കൺട്രോൾ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം, എനിക്ക് 9 മണിക്ക് പ്രാർത്ഥനയ്ക്ക് കയറാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ അതേ സമയം തന്നെ എനിക്ക് കിടന്നുറങ്ങാനും തോന്നുക, കണ്ടോ? അപ്പൊ ഇത് 2 മൈൻഡ്, നമുക്ക് 2 ഭാഗം വരും. ഒന്ന്, എനിക്ക് ഭയങ്കര ആഗ്രഹവും ഭയങ്കര എനിക്ക് ഉറങ്ങാനും തോന്നുക. ഇത് നിറവല്ല. നിറവ് വെളിപ്പെട്ടാൽ ഉറക്കം എനിക്ക് വേണ്ട, മറക്കും ഞാൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവർ 3 രാവും 3 പകലും എല്ലാ ആഹാരം എല്ലാം മറന്നുപോയി. പൗലോസ്ലീഹ പ്രസംഗിച്ചു ഒരു രാത്രി മൊത്തം, അവിടെ എല്ലാവരും ഇത് കേട്ടോണ്ടിരുന്നു, ഒരാൾ മാത്രം ഉറങ്ങി താഴേക്ക്. കണ്ടോ? ബാക്കി എല്ലാവരും ഉറങ്ങിയില്ല, അവരെല്ലാവരും ഇങ്ങനെ ആയിട്ട്. അതാണ് ആത്മനിറവ്. ഇതാണ് നിറവ്, കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മാവ്, ഇന്നെല്ലാവരും പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിട്ട് മാറ്റണ്ട, ആത്മാവിൻ്റെ നിറവിലേക്ക് എന്നെ കൊണ്ടുപോകണം, ആത്മാവിൻ്റെ നിറവിലേക്ക് എന്നെ കൊണ്ടുപോകണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നിറവ് നിറവ് നിറവ്, ആത്മാവിൽ നിറഞ്ഞവർ ഓരോ ദിവസവും ഈ നിറവ് വേണം, കേട്ടോ. ബലഹീനതകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ, അതുകൊണ്ടാണ് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ നിറഞ്ഞു വരും, കണ്ടോ. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു എന്ന് പറഞ്ഞത്. എൻ്റെ കൃപ നിനക്ക് മറന്നു പോരുത്. അപ്പൊ നമുക്ക് എവിടെയൊക്കെ ബലഹീനതയുണ്ടോ ആ ബലഹീനത നിങ്ങൾ നിറയ്ക്കേണ്ട ആള് പരിശുദ്ധാത്മാവാ. ആ പരിശുദ്ധാത്മാവാണ് നിറയ്ക്കുന്ന ആള്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഇമാജിൻ ചെയ്യണം അത് കിട്ടിയതായിട്ടെന്ന് പറയുന്നല്ല. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് കിട്ടിയതായിട്ട് എന്താ ഇമാജിൻ ചെയ്യണം? പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല സിസ്റ്ററെ. കാര്യം പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഇമാജിനേഷൻ അല്ല, അത് വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് ഇമാജിനേഷൻ അല്ല. പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടിയെന്ന് അറിയുന്നത് അടയാളങ്ങളിലൂടെ, ആത്മവരത്തിലൂടെ. ഇപ്പം എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്, തെളിവ് ഞാൻ പറയാം. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വേണം. അപ്പൊ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് ആവശ്യമാണ്, ഫുൾനെസ് എനിക്ക് ആവശ്യമാണ്, കേട്ടോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ എൻ്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അല്പനേരം കർത്താവ് എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമേ, ദൈവം എന്നോട് സംസാരിക്കണം. എൻ്റെ ജീവിതത്തിൽ കർത്താവിൽ വളരുവാൻ എന്നെ സഹായിക്കണം, ദൈവാത്മാവിൽ എന്നെ മുന്നോട്ട് പോകുവാൻ എനിക്ക് ശക്തി തരണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, എന്നെ നടത്തുന്ന, എന്നെ നയിക്കുന്ന കർത്താവെ, എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുവാൻ റെഡിയുള്ള കർത്താവെ, ഞാൻ എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി അങ്ങേക്കായി സമർപ്പിക്കുന്ന ലോർഡ് ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവെ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, നമ്മുടെ എല്ലാ വീക്ക്നെസ്സുകളെയും എല്ലാ ബലഹീനതകളെയും അറിയുന്ന ദൈവം ലോർഡ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഓ ജീസസ് ക്രൈസ്റ്റ്, എന്നെ 1983 ഏപ്രിൽ മാസം ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡേറ്റ് എന്നെ എടുത്തു കാണിക്കുക. ഒരു വ്യക്തിയിലേക്ക് ആ ഡേറ്റ് വന്ന് നിൽക്കുക. 1983 ഏപ്രിൽ മാസം എന്നുള്ള ഡേറ്റ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിലേക്ക് വന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കുക. അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ
ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ കൃപ ഇന്ന് അവിടെ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ലോർഡ് ജീസസ്, ഇന്ന് സൂമിലോ ലൈവിലോ എവിടെ ഇരുന്നു കൊണ്ടാണോ ഇന്ന് ആ ഭവനം കേൾക്കുന്നത്, മോള് ജനിച്ചത് 83-ലാണ് ബ്രദറെ. ഏപ്രിൽ മാസമായിട്ട് എന്നാ ബന്ധം? ഏപ്രിൽ മാസമാണ് മോള് പ്രസവിച്ചത്. ജനനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാ ഉള്ളത്? വേറെ ആരെങ്കിലും ഉണ്ടോ? മോളെ കുട്ടി ഏപ്രിൽ. ദേവദാസ, എന്റെ മരുമകള് ജനിച്ചത് ഏപ്രിലാണ്. എന്റെ മോളും 1983 ഏപ്രിൽ മാസം ഒരു വ്യക്തിയിൽ വന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഈ വർഷവും ഈ മാസവും ആയി ബന്ധപ്പെട്ടത് ആരാന്നാണ് ചോദിച്ചത്. ഇത് രണ്ടുമായിട്ട്. 1983 മകൻ ഏപ്രിൽ 22-നും. 83 എന്നാ സിസ്റ്റർ? ഏത്? 83-ല് ഞാൻ ജനിച്ചു. അല്ല, ഒരു വ്യക്തിയിലോട്ട് വന്ന് നിൽക്കുക. അതായത് 83-ഉം ഏപ്രിലും ഒരു വ്യക്തിയിലോട്ട് വന്ന് നിൽക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എന്റെ മരുമകള് ഏപ്രിൽ 23 ജയിച്ചാണ്. 83 ആ ബ്രദറെ, എന്റെ മോളെ 83-ലാ ജനിച്ചത്. ഞാൻ ഏപ്രിൽ മാസത്തിലാ ജനിച്ചത്. അതല്ല സിസ്റ്ററെ, രണ്ടും ഞാൻ പറഞ്ഞാൽ രണ്ട് വ്യക്തിയിലല്ല, ഞാൻ പറഞ്ഞാൽ ഒരു വ്യക്തിയിലേക്ക് വന്ന് ഈ വർഷവും മാസവും വന്ന് നിൽക്കുന്ന വീടാണ് ഞാൻ കാണുന്നത്. രണ്ട് വ്യക്തിയിലേക്കല്ല ജനിച്ചത്, ഒരു വ്യക്തി, മാസം മറ്റൊരു വ്യക്തിയല്ല, ഒരു വ്യക്തിയിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി സഹോദരൻ പറഞ്ഞതുപോലെ മരുമോളാണോ അത്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ ഉള്ളത്തില് ഒരു വാക്ക് ഇങ്ങനെ പറയുകയാണ്. ആ മകളുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുവാണ്. 3 കാര്യങ്ങൾ ഈ കടുങ്കെട്ടിട്ട് മുറുക്കി വെച്ചിരിക്കുന്നത് പോലൊരു അനുഭവം. 3 കാര്യങ്ങൾ. അത് ഭയങ്കര പാടാണ് ആ കടുങ്കെട്ട് അഴിക്കാൻ. എന്നാൽ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഇന്ന് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശിംശോനെ കെട്ടിയിരിക്കുന്ന കെട്ടിന്റെ മേലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അത് ചണനൂല് പോലെ ആയിപ്പോയെന്ന് പറഞ്ഞത്, കരിഞ്ഞുപോയി. അതേപോലെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് കർത്താവിനുള്ളത് പറഞ്ഞ കുടുംബത്തിൽ നിന്നൊരു യാത്രയുണ്ടാവും, ഒരു യാത്രയുണ്ടാവും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അനുഗ്രഹത്തിന്റെ ഒരു യാത്രയുണ്ടാവും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ പിതാവെ, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ശരീരത്തിന്റെ മേൽ, ആ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ നന്മയുണ്ടാകും. കുടുംബത്തിന്റെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോവാ, ഭവനത്തിന്റെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. കർത്താവെ, അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥനയോടെ തന്നെ ഇരുന്ന് പരിശുദ്ധാത്മാവി എന്നോട് സംസാരിക്കണം. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. റമാന സെറ്റോറിയ ലമനാഹുഡ ബർമീനിയ ലഥേരിയ ഷമനഹുഡ ദർബീന ഫാറലസ്മെന്റേരിയ. യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ എന്നെ ഒരു കർത്താവ് ഒരു കാഴ്ച കാണിക്കുവാണ്. ഈ മറിയം എന്ന് പറയുന്ന ഒരു മാതാവിൻ്റെ ഉദരത്തിൻ്റെ അകത്തുനിന്നും ഓഗസ്റ്റ് മാസം ജനിച്ച ഒരു പെൺ തലമുറയുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി ഈ നിമിഷം സംഭവിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മറിയം എന്ന് പറയുന്ന ആ ഒരു ഉദരത്തിൻ്റെ അകത്തുനിന്നും പുറത്തു വന്ന ഓഗസ്റ്റ് മാസം ജനിച്ച പെൺ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. അതാരുമായി ബന്ധപ്പെട്ടതാണോ, ഏത് കുടുംബവുമായി ബന്ധപ്പെട്ടതാണോ, ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയുടെ മേൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പറഞ്ഞു. ഹലോ ബ്രദർ, എന്റെ പേര് മറിയം എന്നാണ്. എന്റെ മോള് കെസിയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് ജനിച്ചത്. ഓഗസ്റ്റിലാണ് ജനിച്ചത്. അതെ അതെ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ മകളെ കർത്താവ് പൊതിയാകട്ടെ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ഇന്ന് തമ്പുരാൻ ചിലതിൻ്റെ അകത്തുനിന്ന് വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി പോവാ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമം. ഒരു പ്രത്യേകത ഇന്ന് അവളെ കാണുന്നവർ, അവളോട് സംസാരിക്കുന്നവർ, അവരോട് ഇടപെടുന്നവർക്കെല്ലാം ഒരു പ്രത്യേകത തോന്നും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്. എലീഷ കാളയെ പൂട്ടിയാൻ വേണ്ടി അവിടെ വയലിൽ നിന്ന മനുഷ്യനാണ്. അതുവരെ ആർക്കും അവനെ പറ്റി ഒന്നും തോന്നിയില്ല. അവനൊരു കർഷകനാണ്, അവൻ ഒരേ കാളയെ പൂട്ടുന്നവനാണ്. പക്ഷെ എപ്പോഴാണോ അഭിഷേകത്തിന്റെ പുതപ്പ് വീണത്, ആ നിമിഷം മുതൽ അവൻ കർഷകനല്ല, അവൻ വേർപെട്ടവനാണ്. അവനിൽ ഒരു പ്രത്യേകത വന്നു, അവനിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പദവി വന്നു. അതേപോലെ ഒരു സ്പെഷ്യൽ കോളിങ്ങിലേക്ക് കർത്താവ് വിളിക്കാൻ വേണ്ടി പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അഭിഷേകത്താൽ പൊതിയട്ടെ, അഭിഷേകത്താൽ പൊതിയട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മൻ പറഞ്ഞ് സ്വീകരിച്ചോ കേട്ടോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നന്ദി യേശുവേ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഓ ഹോളി സ്പിരിറ്റ്, ഓ ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ ഓ ഹോളി സ്പിരിറ്റ്, എൻ്റെ കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു സ്ഥലം, ഒരു വീടിൻ്റെ അകത്ത് ഒരു വാതിലിന്റെ മുകൾ വശമാണോ ജനലിന്റെ മുകൾ വശമാണോ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പഴയ മോതിരം, അതായത് സ്വർണ്ണമൊന്നുമല്ല, പഴയ ഒരു മോതിരം അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ച. അത് കൈ അവിടെ ഇട്ട് തൊപ്പി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ മോതിരം കിട്ടും. ഞാൻ ആ ഒരു ഭവനമാണ് ഇപ്പൊ കാണുന്നത്. അതായത് ഈ വാതിലോ ജനലോ ആണ്. പക്ഷെ ഒരു ചെറിയൊരു ഭാഗം അവിടെയുണ്ട്. നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ അവിടെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെയുണ്ട്. ആ സ്പേസിൽ കൈയിട്ടാൽ ഒരു മോതിരം ഇപ്പൊ കിട്ടും. അതവിടെ ഇപ്പോഴും ലൈവായിട്ടിരിക്കുവാണ്. ആ ഒരു ഭവനത്തെ, ആ മോതിരത്തിന്റെ വിഷയമല്ല, ആ കഥകിന്റെ വിഷയമല്ല, അതൊരു ഭവനത്തെ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് ഇന്നൊന്ന് പുറത്തിറങ്ങി ആ ഡോറിൻ്റെ അവിടെ ഒന്ന് തപ്പി നോക്കാൻ പറ്റുന്നവർ തപ്പി നോക്കി. അതേത് വീട്ടിലാണോ ഇരിക്കുന്നത്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ സാധനം ഇരിക്കുന്നതിൻ്റെ നേരെ കാണുന്ന ആദ്യത്തെ മുറി, ആ മുറിയിലുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എൻ്റെ ഉള്ളം പറയുന്നത്. അതാരുടെ ഭവനത്തിലാണോ ഇരിക്കുന്നത്, ഈ നിമിഷം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് എവിടെ ഇരുന്നുകൊണ്ടാണോ നിങ്ങൾ കേൾക്കുന്നത്, സൂമിലോ ലൈവിലോ എവിടെയാണോ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ കർത്താവ് ഇപ്പോൾ തന്നെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അത് ഇച്ചിരി പഴയതാണെന്ന് എനിക്ക് തോന്നുന്നു, പഴയതാണ്, സ്വർണത്തിൻ്റെ മോതിരമല്ല. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി ഇന്ന് ആ മുറിയിലിരിക്കുന്ന, അതായത് എൻ്റെ നേരെ കാണുന്ന മുറിയിലിരിക്കുന്ന വ്യക്തിയുടെ മേലേക്ക് സംഭവിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഇന്ന് എവിടെ ഇരുന്നുകൊണ്ടത് കേട്ടാലും ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ റിലീസ് ദ ഡെലിവറൻസ്, റിലീസ് ദ ബ്ലെസ്സിങ്. ലോർഡ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന സാഹചര്യം സൂമിലാണെങ്കിൽ മ്യൂട്ട് മാറ്റുക, അല്ല എങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. ഇന്ന് കർത്താവ് ആ മുറിയിൽ ആ വ്യക്തിയെ തൊടാൻ വേണ്ടി പോവാം. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അങ്ങയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ കുടുംബത്തിൽ ആ വ്യക്തിയെ അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ, അങ്ങ് അത്ഭുതമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ സുഹേൽ എന്ന് പറയുന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും. സുഹേൽ, ഈ പേരുമായിട്ട് ബന്ധപ്പെട്ടതാര? സുഹേൽ. സുഹേലുമായി ഇങ്ങനെ ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരും, സുഹേൽ. ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക, സുഹേൽ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്യുന്ന ആ വ്യക്തി മുഖാന്തരം ഒരു നന്മയുടെ വാർത്ത നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകും. യേശുവേ, ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരുടെ ലൈഫിൻ്റെ അകത്തൊരു ടേണിംഗ് ആയിട്ട് അത് മാറട്ടെ, അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ നന്മയായി തീരട്ടെ, നന്മയായി തീരട്ടെ, സാക്ഷ്യമായിട്ടത് മാറട്ടെ.
ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി പിതാവേ, നന്ദി പിതാവേ. അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം 19-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഏപ്രിൽ 19. ആ ഭവനത്തിൽ 2 വ്യക്തികളെ കർത്താവ് തൊടുന്നതായിട്ട് പറയുക. 2 വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ സ്പർശനം. സൗരങ്ങളെ പറയാനുള്ളവരല്ലാതെ എല്ലാവരും മൈക്ക് മ്യൂട്ട്. മോനാണ്, മോനാണ്. ബ്രദറെ, ഞാനും ഏപ്രിൽ 19-നാണ് ജനിച്ചത്. ഏപ്രിൽ 19-നാണ് സിസ്റ്ററുടെ മോൻ. ആദ്യം പറഞ്ഞ സിസ്റ്ററുടെ മോനും ഉണ്ട്. സിസ്റ്റർ 19-ാം തീയതി ജനിച്ചത് അല്ലേ? അതെ അതെ അതെ. 2 വ്യക്തികളെ ആ ഭവനത്തിൽ കർത്താവ് തൊടുന്നതായിട്ടാണ് പറഞ്ഞത്. 2 വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പ്രവർത്തികളെ ദൈവം അയക്കുന്നതായിട്ട് കാണിക്കുക. എന്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ഗോൾഡൻ കളറിലെ ഒരു വാച്ച് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്, ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഭവനമാണ് എന്നെ കാണുന്നത്. ഇത് നിങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു വാച്ച് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഒരു കാഴ്ച, ഒരു ഗോൾഡൻ കളറിലെ വാച്ച് തൂക്കിയിട്ടിരിക്കുന്നത്. ഇല്ല ഇല്ല. ആ ഭവനം ഡബയ്ക്കകത്തുണ്ട്. ഡോറിനുള്ളിൽ വെച്ചിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടില്ല. ഗോൾഡൻ കളർ തൂക്കിയിട്ടിരിക്കുന്ന വീട് ഏതാ? തൂക്കിയിട്ടിരിക്കുന്ന ഈ സംഭവം വാച്ച് ഇങ്ങനെ ഒരു വീട്ടിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതേത് ഭവനമാണോ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഒരടയാളമായിട്ട് കാണിക്കുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പാ. കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ പറയാൻ വേണ്ടിയാണോ? എൻ്റെ ഉള്ളത്തിൽ ആൻസി എന്നൊരു പേര് എൻ്റെ മനസ്സിലേക്ക് വരുവാണ്. ഈ ആൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ ഈ ആൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ബെന്നി എന്ന് പറയുന്ന ഒരു പേരും കൂടെ എൻ്റെ മനസ്സിലേക്ക് വരിക. ആൻസിയുമായി ബന്ധപ്പെട്ട് ബെന്നി എന്ന് പറയുന്ന ഒരു പേരും കൂടെ എൻ്റെ മനസ്സിലേക്ക് വരിക. അതാരുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഈ 2 വ്യക്തികളെയും ചേർത്ത് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ പറയുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഈ നിമിഷം തന്നെ ഞാനത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരുടെ ലൈഫിൻ്റെ അകത്ത് വലിയൊരു ടേണിങ് ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപ ഇന്ന് അവിടെ വ്യാപരിക്കട്ടെ. എൻ്റെ യേശുവെ, ഞങ്ങളിപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ദുഷ്ടൻ്റെ ആശ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകുന്നുള്ള വചനത്താൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയായി തീരട്ടെ, സാക്ഷ്യമായിട്ട് മാറട്ടെ. എൻ്റെ യേശുവെ, ഞങ്ങളിപ്പോൾ തന്നെ ബ്ലസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ നമ്മുടെ കാലിൻ്റെ ഈ പുറകുവശം, അതായത് നമ്മുടെ കാൽപ്പത്തിയുടെ പുറകുവശത്ത് നമ്മുടെ കാലിൻ്റെ മസിലിൻ്റെ അവിടെ ഉണ്ടല്ലോ, മസിലിൻ്റെ അവിടെ വരുന്നിടത്ത് അവിടെ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട് വേദനകളോ പ്രോബ്ലങ്ങളോ ഉള്ള ആൾക്കാരുണ്ടോ? കാലിൻ്റെ ബാക്ക് വശം, മുട്ടിൻ്റെ ഒക്കെ ബാക്ക് വശം സഹോദരങ്ങളൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാവോ? കൈവച്ച് കൈയെടുത്ത് വെച്ച് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ അത്ഭുത സൗഖ്യം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഹീലിംഗ് അനോയിന്റിങ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈയെടുത്ത് വെച്ച് പ്രിയരെ കൈവച്ച് ആ കർത്താവെ, ഹീലിംഗ് അനോയിന്റിങ് മൂവ് ചെയ്യുക. ആ രോഗശക്തിയോട് ഞങ്ങൾ കൽപ്പിക്കുന്ന ഇറങ്ങുക, രോഗത്തിന്റെ ദുരാത്മയോട് കൽപ്പിക്കുന്ന ഇറങ്ങുക. കർത്താവെ, ഞങ്ങളുടെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നു.
അങ്ങയുടെ ശക്തിയുടെ വ്യാപാരം എന്ന് വെളിപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞരമ്പുകളുടെ മേൽ, അസ്ഥിയുടെ മേൽ. നന്ദി യേശുവേ, നന്ദി കർത്താവ്. ഇപ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ഇപ്പോൾ വ്യാപരിക്കുന്ന കർത്താവ്, ദുഷ്ടന്റെ പ്രവൃത്തികൾ അഴിയുന്നു. ആ കാലുകളുടെ മേൽ, ഞരമ്പുകളുടെ മേൽ അഭിഷേകത്തിന്റെ തീ ഇറങ്ങിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വേദനകളെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ രോഗത്തെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിക്കുന്നു. ഇപ്പോൾ തന്നെ തീ അവിടെ കത്തിയ വേദനകളെ സൗഖ്യമാക്കി നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സൗരങ്ങളെ കൈവച്ച് പ്രാർത്ഥിച്ച സൗരങ്ങളെ തപ്പി നോക്കിക്കേ, ഒന്ന് എണീറ്റ് നടന്നു നോക്കിക്കേ, കൈയും കാലും ഒക്കെ തിരിച്ചു നോക്കിക്കേ. എന്തോ അവിടെ ഉണ്ടായ വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്ത്. എന്നെ അവിടെ ഉണ്ടായ മാറ്റം, എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്നവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. എനിക്കൊരു മാറ്റമുണ്ടെന്ന് പറയുന്നവര് മാത്രം. നന്ദി കർത്താവേ. ഇപ്പൊ പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? കൈ വട വെച്ച് പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റാവോ? പ്രാർത്ഥിച്ചവർക്ക് എന്തോ അവിടെ വ്യത്യാസം വന്നത്? വ്യത്യാസമുണ്ട് ബ്രദറെ. എന്നെ വ്യത്യാസം? വേദനയ്ക്ക് കുറവുണ്ട്. വേദന കുറവുണ്ട്. എനിക്ക് ഇങ്ങനെ മസിലിന്റെ ആ ഭാഗത്ത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുവായിരുന്നു. ഇച്ചിരി സോഫ്റ്റ് ആണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ വേദന കാരണം ഉറങ്ങാൻ പറ്റാത്ത, രാത്രി ഉറക്കമില്ല. 2 മണിയായാലും 3 മണിയായാലും. ഇപ്പൊ കട്ടി ഇച്ചിരി കുറഞ്ഞ കണക്ക് തോന്നുന്നു. ഇന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന, പൂർണ്ണമായിട്ട് തന്നെ രാത്രിയിൽ ഉറങ്ങാൻ നല്ലതായിട്ട് ഉറക്കാം. വേദന കാരണം കട്ടിയായിട്ടിരിക്കുവായിരുന്നു, പക്ഷെ ഇപ്പൊ സോഫ്റ്റ് ആയി അവിടെ അല്ലേ? അതെ അതെ. അതിന്റെ അർത്ഥം കട്ടി വന്നിട്ട് വേദനയായിരുന്നു. അപ്പൊ ഇനി ആ കട്ടി സോഫ്റ്റ് ആയെങ്കിൽ എന്റെ അർത്ഥം ഇനി അത് അങ്ങനെ സംഭവിക്കത്തില്ല. കർത്താവിന്റെ സൗഖ്യം നമ്മുടെ അവകാശമാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. അടുത്ത ആള് ചെക്ക് ചെയ്യാവോ? കേട്ടില്ല. ആ എന്റെ ഉപ്പൂറ്റിക്കായിരുന്നു വേദന. ആ അത് നടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കളിക്കുന്നില്ല. ഇപ്പൊ സിസ്റ്റർക്ക് പ്രാർത്ഥിച്ചപ്പോ എന്നാ അവിടെ വ്യത്യാസം വന്നേ? ചവിട്ടിട്ട് വേദനയില്ല. ചവിട്ടിയിട്ട് വേദനയില്ല. ചവിട്ടിട്ട് വേദനയില്ല. ഈ കാലിലോട്ട് ഈ വിരൽ അമർത്തുമ്പോ ഒരു ചെറിയ, അതായത് ഇത്രയും നേരം വരെ ചവിട്ടുമ്പോ വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ ചവിട്ടുമ്പോ വേദന ഇല്ല. ചവിട്ടുമ്പോ വേദനയില്ല, ഇപ്പൊ വലുതായിട്ടില്ല. എന്നാലും ഉണ്ട്. ബാക്കിലൊരു ചെറിയൊരു തൊടുമ്പോഴും ഞരമ്പിന്റെ വേദനയാണ്. അതിന്റെ അർത്ഥം നേരത്തെ നല്ല വേദനയായിരുന്നു, ചവിട്ടുമ്പോഴൊക്കെ അറിയായിരുന്നു. ഇപ്പം അത് മാറിയിട്ട് ഇപ്പൊ ചെറിയ വേദനയുള്ളൂ അല്ലേ? ഞെക്കുമ്പോഴേ ഉള്ളൂ. അതിന്റെ അർത്ഥം നേരത്തെ ഫുള്ള് വേദനയായിരുന്നു, ഇപ്പൊ അത് മാറിയിട്ട് തൊടുമ്പോ മാത്രം അറിയുന്ന രീതിയിലേക്ക് അത് മാറി അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പൂർണ്ണ സൗഖ്യം കർത്താവിന്റെ അവകാശമാണ്. സൗഖ്യം നമ്മളിൽ പ്രവർത്തിക്കുന്നതിന്റെ സൈനാണത്. ഒന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അടുത്ത രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായി മാറാത്തവര്, ഒരു തുടക്കം ലഭിച്ചവര് വീണ്ടും കൈവച്ചോണം. അത് പൂർണ്ണ സൗഖ്യമായിട്ട് അത് ഫില്ലാവും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ ഒരു പൂർണ്ണ സൗഖ്യം എൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞവര്? എനിക്കിപ്പോ പ്രാർത്ഥിച്ച് പറഞ്ഞു ഇപ്പൊ കൈവച്ച് പ്രാർത്ഥിച്ചതിൽ എനിക്ക് ആ വേദനയ്ക്കകത്ത് മാറ്റമുണ്ടെന്ന് പറയുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയാൻ വേണ്ടിയാണോ സൗകര്യം മ്യൂട്ട് മാറ്റിയേക്കുന്നത്? അല്ല. നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. സൗഖ്യം ആരംഭിച്ചവർ ഇപ്പൊ സൗഖ്യമായവരുണ്ട്, പകുതി സൗഖ്യമായവരുണ്ട്, ചെറിയ സൗഖ്യം വന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ ശരീരത്തിൽ ആ സൗഖ്യം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിനെ ജ്വലിപ്പിക്കുക. എന്താ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണ്. അല്പമല്ല, പകുതിയല്ല, പൂർണ്ണ വിടുതൽ എൻ്റെ അവകാശമാണ്. ഇന്ന് കർത്താവിന്റെ കൃപയ്ക്കകത്ത് പൊതിയാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്,
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയത്ത് വേദനയുള്ളവരെല്ലാം എടുത്ത് കൈയെടുത്ത് വെച്ച് ആ കൈ ഉയർത്താൻ കഴിയാത്ത രീതിയിൽ തോളെല്ലുകൾക്ക് വേദനയുള്ളവർ, തേയ്മാനമുള്ളവർ, ഒരു സാധനം പിടിച്ചുയർത്താൻ പോലും കഴിയാത്ത രീതിയിൽ പെയിൻ ഉള്ളവര് ഇപ്പൊ എടുത്ത് കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം അത്ഭുതം നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കുകയാണ്. സൗഖ്യം നമ്മുടെ ആവശ്യമല്ല പ്രിയരെ, സൗഖ്യം നമ്മുടെ അവകാശമാണ്. അത്ഭുതം നമ്മുടെ ആവശ്യമല്ല, അത്ഭുതം നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിന്റെ മേൽ, ആ നടുവിന്റെ മേൽ, ഡിസ്കുകളുടെ മേൽ വേദനയുള്ളവര് കൈയെടുത്തു വെച്ചു. യേശുവിന്റെ നാമത്തിൽ ആ കണ്ണുകൾക്കകത്ത് വേദനകൾ അനുഭവിക്കുന്നവര്, കണ്ണുകൾക്കകത്ത് മങ്ങലുകൾ അനുഭവിക്കുന്നവര്, കാഴ്ച മങ്ങിയിരിക്കുന്നവര് കൈയെടുത്തു വെച്ച് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, ഈ ബ്രസ്റ്റിന്റെ ഭാഗത്ത് തടിപ്പ് പോലെയും വേദന പോലെയും അനുഭവപ്പെടുന്ന വ്യക്തികൾ കൈയെടുത്തു വെച്ചു. ഇന്ന് അത് ചുങ്ങിപ്പോകാൻ വേണ്ടി പോവാണ്. തടിപ്പുകൾ മാറി, വേദനകൾ നീങ്ങി, പൂർണ്ണ സൗഖ്യം സംഭവിക്കുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ ഇടുപ്പിന്റെ ഭാഗത്ത് എല്ലുകൾക്കകത്ത് വീഴ്ച നിമിത്തം ഉണ്ടായ വേദന, നാളുകളായി പിടിച്ചു കെട്ടിയതുപോലുള്ള വേദന, കൊളുത്തി പിടിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകാൻ വേണ്ടി പോവാ. പൂർണ്ണ സൗഖ്യം കൈയെടുത്തു വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗികളെല്ലാം പൂർണ്ണ സൗഖ്യമാകാത്തവരും പൂർണ്ണ സൗഖ്യം ആഗ്രഹിക്കുന്നവരെല്ലാം കൈയെടുത്തു വെച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. എൻ്റെ പിതാവേ, അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ്. അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളുടെ അവകാശമാണ്. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ ഞങ്ങളുടെ അവകാശമാണ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് അങ്ങ് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. ദുഷ്ടന്റെ ആശകൾ നശിക്കും, അവൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ തൊടുന്നല്ലോ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നല്ലോ. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് അനോയിന്റിംഗ് മൂവ് ചെയ്യുക. അത്ഭുത രോഗസൗഖ്യം മൂവ് ചെയ്യുക. ശരീരത്തിന്റെ മേലേക്ക് അഭിഷേകത്തിന്റെ അഗ്നി വ്യാപരിക്കുക. ഇപ്പോൾ തന്നെ യേശുവേ, നിങ്ങളുടെ കൃപ വ്യാപരിക്കുക. അതിനെ ബന്ധിക്കുന്നു, ദുഷ്ടന്റെ പ്രവർത്തികളെ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രോഗശക്തികളെ പുറത്താക്കുന്നു. ആ വേദനകളെ വിതച്ച ശക്തികളെ പിടിച്ച് പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അസാധാരണമായ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ വ്യാപാരം വെളിപ്പെടുന്നു. ഇപ്പോൾ തന്നെ റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, അത്ഭുതങ്ങൾ 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 ഇപ്പോൾ തന്നെ ഞങ്ങൾ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. ജീസസ് ക്രൈസ്റ്റ്, പൂർണ്ണ സൗഖ്യമാണ് ഞങ്ങളുടെ അവകാശം. പൂർണ്ണ സൗഖ്യമാണ് ഞങ്ങളുടെ അവകാശം. പൂർണ്ണ സൗഖ്യമാണ് ഞങ്ങളുടെ അവകാശം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്യാവോ? ആ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, രോഗമുള്ളവര്, വേദന ഉള്ളവര്, ക്ഷീണമുള്ളവര്, യേശുവിന്റെ നാമത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാവോ? ചെക്ക് ചെയ്തിട്ട് എനിക്കൊരു മാറ്റമുണ്ടെന്ന് പറയുന്നവർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. ഇപ്പൊ പ്രാർത്ഥിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? അവര് മാത്രം ഒന്ന് ആദ്യം മ്യൂട്ട് മാറ്റിക്കും. പറയാലോ, കൈവച്ച് ഇപ്പൊ പ്രാർത്ഥന കൈക്കൊണ്ടവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. പ്രാർത്ഥിച്ചായിരുന്നോ? നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതില് എന്നാ മാറ്റം അവിടെ സംഭവിച്ചത്? എന്തുവാ നിങ്ങൾക്ക് അവിടെ ഉണ്ടായ മാറ്റം? ഇപ്പൊ വേദനയില്ല. ഇല്ല, അമ്മക്ക് പ്രസ് ചെയ്യുമ്പോ വേദന ഉണ്ടായിരുന്നു. അന്നേരം ഇപ്പം പ്രസ് ചെയ്യുന്നു, അമ്മക്ക് വേദനയില്ല. മനസ്സിലായില്ല സിസ്റ്റർ? കുറച്ചു മുമ്പ് വേദന പൂർണ്ണമായിട്ടും മാറാന്ന് പറയാൻ ആളാണോ? ഉപ്പൂറ്റിക്കാണെങ്കില് വേദനയുള്ള ആളായിരുന്നു. അന്നേരം ഞെക്കുമ്പോ വേദന ഉണ്ടായിരുന്നു അന്നേരം. ഇപ്പൊ അതുമില്ല. ഇപ്പൊ വേദനയില്ല. ഇപ്പൊ ഇല്ല. എത്ര നാള് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്ന? ഇതിപ്പം തുടങ്ങിയിട്ട് ഇപ്പൊ 2 ആഴ്ചയായി ഇത് തുടങ്ങിയിട്ട്. ഇത് വലിയൊരു അത്ഭുതമാണ്. സഹോദരി പറഞ്ഞു, ആദ്യം പ്രാർത്ഥിച്ചപ്പം ആ വേദന പൂർണ്ണമായി മാറിയില്ല. ചവിട്ടുമ്പോൾ നേരത്തെ വേദന ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറി. തൊടുമ്പോൾ വേദന ഉണ്ടായിരുന്നു, എന്നാൽ വീണ്ടും അതിന്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പൊ ഒട്ടും പിടിച്ചത് വേദന അവിടെ ഇല്ല.
ഒട്ടും വേദനയില്ല. ഞാൻ ഞെക്കി നോക്കി, നല്ലോണം ഞെക്കി നോക്കി, പക്ഷെ ഒട്ടും വേദനയില്ല. കർത്താവെ അങ്ങ് പൂർണ്ണ സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, എനിക്ക് ഒട്ടും വേദനയില്ല, എല്ലാം മാറി. കുറച്ചു മുമ്പ് വേദന ഉണ്ടെന്ന് പറഞ്ഞ ആളാ അല്ലേ? അല്ല, അതല്ല. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഒട്ടും വേദനയില്ല. ഓ കർത്താവെ അങ്ങ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാളെ ചെക്ക് ചെയ്തേ. ബ്രദറെ, ആ എനിക്ക് ബ്രസ്റ്റിൽ തടുപ്പുണ്ടായിരുന്നു. എനിക്ക് രാത്രി പ്രാർത്ഥന കയറുമ്പോ എന്നും മാറും. പിന്നെ പകലൊക്കെ ചെറുതായിട്ട് കാണും. ഇപ്പോഴും തടുപ്പില്ല. പ്രാർത്ഥിച്ചപ്പോ മാറി. ഇതിനു ഓ മുമ്പ് രാത്രിയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ മാറും, പിന്നീട് ചെറുതായിട്ട് വരും. എത്ര നാള് സിസ്റ്റർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന തടിപ്പ്? 2 വർഷമായി. ഓ ഇത് വലിയൊരു അത്ഭുതമാണ്. 2 വർഷമായിട്ട് സിസ്റ്ററുടെ ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. പലപ്പോഴും അതിങ്ങനെ കുറഞ്ഞു വരുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെ തടിപ്പ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ചെക്ക് ചെയ്തപ്പോ തടിപ്പ് അവിടെ ഇല്ല. ഇല്ല. പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ വയറെല്ലാം ചെറുതായിട്ട് തടുപ്പുണ്ട്. ഇപ്പൊ സിസ്റ്ററുടെ ബ്രസ്റ്റില് നെഞ്ചിലെ അത് മാറി അല്ലേ? നെഞ്ചിലെ അത് മാറി. അതിപ്പോ ഇല്ല. അതില്ല. അങ്ങനെയെങ്കിൽ കൈ വെച്ച് പറഞ്ഞോണം, കർത്താവ് എന്റെ നെഞ്ചിലെ സൗഖ്യമാക്കി അതേ കർത്താവ് തന്നെ എന്റെ ദൈവം ആ വയറിന്റെ കൈ വെച്ച കർത്താവ് ആ മുഴയ ആ തടിപ്പിനെ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അത് ചുങ്ങിപ്പോകുവാൻ കൽപ്പിക്കുന്നു പറഞ്ഞു കേട്ടോ. ഇപ്പൊ തന്നെ അതും ചുങ്ങിപ്പോകും കേട്ടോ. കൈ എടുത്തു വെച്ച് യേശുവിന്റെ നാമത്തിലപ്പ ആ ഉദരത്തിന്റെ അകത്തുള്ള ആ തടിപ്പിനെ ഇപ്പോൾ കൈ എടുത്ത് വെച്ച ഉദരത്തിൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്യുന്നപ്പോ അത് ചുങ്ങിപ്പോട്ടെ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അത് കർത്താവിനെ മേലാൽ പ്രിയമകളുടെ ജീവിതത്തിൽ ദോഷവും തട്ടാതെ വണ്ണം അതിനെ എന്നേക്കുമായി ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്ത് മാറ്റുന്നപ്പ അതിനെ എടുത്ത് പറിച്ചു മാറ്റുന്ന കർത്താവ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇപ്പോൾ തന്നെ അത് ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ അത് അപ്രതീക്ഷിതമായി പോകുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്ററെ ചെക്ക് ചെയ്ത് കർത്താവിന്റെ അത്ഭുത കാര്യം അവിടെ വെളിപ്പെട്ടിരിക്കുക കേട്ടോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അവിടെ ഇല്ല. വയറ്റിലിപ്പ ഇല്ല. തപ്പി നോക്കിയോ? നോക്കി. നന്ദി കർത്താവ്. യേശു ചെയ്ത അത്ഭുതം. പറഞ്ഞു കേട്ടില്ലേ, ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു, അത് സൗഖ്യമായി. പക്ഷെ വയറ്റിലുണ്ടായിരുന്നു. സിസ്റ്റർ ഇപ്പൊ തൊട്ട് നോക്കിയിട്ട് വയറ്റിലും ഇല്ല. ഓ കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് സഹോദരങ്ങളെ, അടുത്തയാള് പറഞ്ഞു സഹോദരങ്ങളെ. ഞാൻ നേരത്തെ 2 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അന്ന് വിടുതലായതായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേദനയുണ്ട്. ഞാനത് MRI എടുത്തപ്പം 2 ഡിസ്കിന് ബൾജായിരിക്കുക. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ ഇപ്പൊ ഇന്നിട്ട് പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ എന്റെ വെയിൻ, ഇടത്തെ കാലിന് വെയിൻ ഇങ്ങനെ പിടിക്കുക. അത് നടക്കുന്നതിന് വലിയ കുഴപ്പമില്ല, പക്ഷെ ഇരുന്നുകൊണ്ട് കാല് നോക്കുമ്പോ ആ വെയിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കുക. ചെറിയ വ്യത്യാസമുണ്ട്, എന്നാലും കാല് മേലോട്ട് ഉയർത്തുമ്പോ വെയിൻ ഇങ്ങനെ കംപ്രസ് ചെയ്യുക നട്ടെല്ലിന്ന് നടുവിന്. അപ്പൊ ഇന്ന് പാസ്റ്റർ പറഞ്ഞ ഡിസ്കിന് പ്രോബ്ലം ഉള്ളവരൊന്ന് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അവിടെ എനിക്ക് വേദന കുറവുണ്ട്, പക്ഷെ കാലിന്റെ വെയിനിൽ ഇങ്ങനെ പിടിക്കുക. ഇപ്പം ഡിസ്കിന്റെ അവിടെ വേദന കുറവുണ്ട്. കാലില് വേദന. വെയിൻ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് കസേര ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുമ്പം എനിക്ക് വേദനയുണ്ട്. വെയിൻ ഇങ്ങനെ പിടിച്ച് വലിയുന്നത് പോലെ. നന്ദി കർത്താവ്. ഇപ്പോൾ യേശുവിനത് കർത്താവ് കൽപ്പിക്കുന്നപ്പ ആ ഡിസ്കിന്റെ പെയിൻ മാറ്റിയ കർത്താവ് ആ കാലുകളുടെ മേലും അത്ഭുതം ചെയ്യാൻ ശക്തനാണല്ലോ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ആ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ ഞരമ്പിനെ ഞങ്ങൾ നോർമലാക്കി പ്രാർത്ഥിക്കുന്നു. പുതിയതുണ്ടായി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. പുതിയതുണ്ടായി വരട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇനി മേലല്ല അബദ്ധം വരത്തില്ല കേട്ടോ സിസ്റ്ററെ. നന്ദി യേശുവേ. അടുത്തയാള് ചെക്ക് ചെയ്ത് എന്തുവാ വ്യത്യാസം നിങ്ങളുടെ ശരീരത്തിൽ? ഇന്ന് രാവിലെ ഞാൻ ബാത്റൂമിലോട്ട് കയറിയപ്പോൾ ഒരു ചെറിയ പാമ്പ് അതിന് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ അതെന്നെ ആക്ച്വലി കടിക്കണ്ടായിരുന്നു. കുഞ്ഞൊരു പാമ്പായിരുന്നു. അതിനെ ശങ്കുവരേനാണെന്നാ പറയുന്നത്. അതിനെ കൊല്ലാൻ ദൈവം സഹായിച്ചു. ഒരുപക്ഷെ അതെന്നെ കടിക്കേണ്ടതായിരുന്നു.
ദൈവയുടെ ഒരത്ഭുതം ചെയ്തില്ല. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ജീവനോടിരിക്കണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരു ദുഷ്ടനും പൗലോസ് ലീഗ അതിനെ അണലിയെ കൊടഞ്ഞു കളഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ട് അത് ഫുൾഫിൽ ആകാതെ ഒന്നിനും നമ്മൾ നശിപ്പിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു സോറി. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദർ. പറഞ്ഞോ. ഹലോ ബ്രദർ, ബ്രദർ. ഇന്നലെ എനിക്ക് ആ പനിയായിട്ട് ബ്രദർ, എനിക്ക് ദേഹം ബോഡി വൈകിട്ട് പെയിനും ഭയങ്കര പനിയായിട്ടിരിക്കുവായിരുന്നു. ഞാൻ ബ്രദറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് പനിയാ, ബോഡി പെയിനുമാ. സാധാരണ എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ പോലെ വരുന്നതാ. അങ്ങനെ നെഞ്ചിനകത്ത് വേദനയും മൊത്തം ബോഡി പെയിൻ ആയിരുന്നു. അപ്പം ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് പൂർണ്ണ സൗഖ്യമുണ്ട് ബ്രദർ. നന്ദി അതുപോലെ എനിക്ക് കർത്താവേ. സ്കിൻ അലർജി ഞാൻ പറയുന്ന അത് വർഷങ്ങളായിട്ടുള്ളത്. എൻ്റെ ഈ കാണുന്ന ഭാഗത്ത് മുഖത്തും കഴുത്തിനും കയ്യിലും ഭയങ്കര അലർജിയാണ് ബ്രദർ. അതും പൂർണ്ണമായിട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും ഞങ്ങൾ യേശു കൽപ്പിക്കുന്ന അപ്പൊ പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. എല്ലാ അലർജിയും യേശു വഹിച്ചതാണ്. കർത്താവിന്റെ മുറിവ് ഞങ്ങളുടെ ആരോഗ്യവും വിടുതലും സൗഖ്യമാണ്. അപ്പൊ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് തൊട്ടിരിക്കുന്നു കേട്ടോ. ആമേൻ. താങ്ക് യു ബ്രദർ. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്റർ. ബ്രദർ, എനിക്ക് വൈകിട്ട് മുതൽ ഡിസ്കിന് ഭയങ്കര പെയിൻ ആയിരുന്നു. ഇരിക്കാനും ഒത്തിരി മീറ്റിംഗ് തുടങ്ങിയ മുതൽ അസ്വസ്ഥമായിട്ടാണ് ഞാൻ ഇരുന്നത്. ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡിസ്കിന്റെ വേദന പൂർണ്ണമായിട്ടും മാറി. ആ സമയത്ത് നട്ടലിന്റെ ഭാഗത്ത് ഒരു പെയിൻ, അസഹ്യമായ ഒരു പെയിൻ വന്നു. അതും ദൈവം മാറ്റി തന്നു. ഇപ്പൊ ചെറിയ ഒരു പെയിൻ നട്ടലിന്റെ ഭാഗത്ത്, പക്ഷെ ഡിസ്കിന്റെ ഭാഗത്ത് പെയിന് പൂർണ്ണമായിട്ടും മാറി. നന്ദി കർത്താവേ. നന്ദി. നന്ദി കർത്താവേ. അങ്ങ് സൗഖ്യമാ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രിയമകൾ സഫർ ചെയ്യുന്ന നടുവിന്റെ മേൽ ഇപ്പോൾ തന്നെ അത് ബാക്ക് പെയിനുകൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ ആ എല്ലാ അസ്വസ്ഥതകളും പൂർണ്ണ സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഉണ്ട് ബ്രദർ, പറഞ്ഞോട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച, എന്റെ പേര് അശ്വതി എന്നാണ്, ചേർത്തുമില്ലാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ബ്രദറിനെ വിളിച്ച് എന്റെ ചേച്ചി സീരിയസ് ആയിട്ട് കിടക്കുന്ന, ഓക്സിജൻ കുറഞ്ഞ, കാൽസ്യം കുറയുന്ന, ഇങ്ങനെ സോഡിയം എല്ലാം കുറഞ്ഞ അവസ്ഥയായിരുന്നു. എല്ലാം ശരീരത്തിൽ സകലതും കുറഞ്ഞ് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ബ്രദറിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ഇന്ന് ചേച്ചി ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. മരണത്തിൽ നിന്നെല്ലാം കർത്താവ് പിടിപ്പിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോണില്ലെന്നോർത്ത്, എല്ലാ ദിവസവും പോകും, പക്ഷെ ഒരു ദിവസം ഇന്ന് പോകുന്നില്ലെന്നോർത്ത് ഇപ്പം രാവിലെ എന്നെ വിളിച്ചു. ചേച്ചിയുടെ കൂടെ നിന്ന് ചേച്ചിയുടെ നേരെ അണിയെത്തിയാണ്. അവള് വിളിച്ച് പറഞ്ഞു, ചേച്ചി രാത്രി മുഴുവൻ സ്വപ്നം കണ്ട് മരിച്ചവരെല്ലായിടത്തും വന്ന് നിൽക്കുന്നു, പിന്നെ റീത്തും കൊണ്ടാരോ നിൽക്കുന്നു, ചേച്ചി ഉറങ്ങിയില്ല, നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ചെവിയോട് ചേർത്ത് വെക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ബ്രദർ. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ വരുമോന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നീ വരണം, എനിക്ക് നിന്നെ കാണുമ്പോൾ ഭയങ്കര ആശ്വാസമാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പോയി. എന്നിട്ട് ഈ 2-3 ദിവസം മുമ്പ് ചേച്ചിയെ ഞാൻ വിളിച്ചു, എങ്ങനെയുണ്ട് ചേച്ചി എന്ന് ചോദിച്ചപ്പം പൂർണ്ണ സൗഖ്യമായി. നിന്റെ ടീമിന്റെ, പ്രത്യേകിച്ച് നിന്റെ ബ്രദറിന്റെ പ്രാർത്ഥനയും ഭയങ്കര ശക്തിയാന്ന് പറഞ്ഞു. കാരണം അവര് AG പോകുന്ന ആണ്, അച്ചാച്ചൻ പാസ്റ്ററാണ്, AG പോകുന്ന വിശ്വാസികളുമാണ്. എന്നിട്ട് പറഞ്ഞു, ബ്രദറിന്റെ പ്രാർത്ഥന, ഈ ടീമിന്റെ പ്രാർത്ഥന ഭയങ്കര ശക്തിയാണ്, അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് വന്നിരിക്കും. ഞാൻ പറഞ്ഞു, അതിന് മുമ്പേ ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഇന്ന് സന്ധ്യ അവര് ഡിസ്ചാർജായി വീട്ടിൽ പോയി. എല്ലാം നമ്മുടെ ദൈവത്തിന് ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ പ്രാർത്ഥിച്ച ബ്രദറിന്റെ ശക്തമേറിയ പ്രാർത്ഥനയാണ് ചേച്ചി ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതുപോലെ മരണം കണ്ടതാണ്, അതുപോലെ അവസ്ഥയായിരുന്നു. എല്ലാവരും വന്ന് കാണുകയും എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പം നമ്മുടെ ഈ പ്രവർത്തനം വലിയതാണ്. തീർച്ചയായിട്ടും മഹത്വം എല്ലാം കർത്താവിനുള്ള നമ്മളെ ദൈവാസമയത്ത് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ചു. ദൈവം ഒരു മുഖാന്തരമാക്കി മാറ്റി. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഓരോ വ്യക്തികളിലേക്കും പ്രാർത്ഥനയ്ക്കായി ചെല്ലുമ്പോൾ ദൈവം നിങ്ങളെ അയക്കുന്നതാണ്. അതെല്ലാം ഒരു മുഖാന്തരമാണ്. തീർച്ചയായിട്ടും ഇനിയും അനേകർക്ക് ദൈവത്തിന്റെ വിടുതലെ കൊടുക്കുവാൻ ദൈവം നമ്മളെ ഇനിയും ഉപയോഗിക്കും. മഹത്വം എല്ലാം കർത്താവിനുള്ളത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സോറി. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ഹലോ ബ്രദർ, ഞാൻ നേരത്തെ ഒരു സാക്ഷി, ഒരു ആലോചന ഉണ്ടായിരുന്നു, ഞാൻ ഏറ്റെടുക്കുവാണ്. ഹസ്ബൻഡിന്റെ പേര് ബെന്നി എന്നാണ്. ഹസ്ബൻഡിന്റെ മൂത്ത ബ്രദറിന്റെ മോളുടെ പേര് ആൻസി. അങ്ങനെ ഒരു ആലോചന ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഏറ്റെടുത്തു സിസ്റ്റർ. ഇന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു ഡെലിവറൻസ് ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോവാണ്. ഏറ്റെടുത്തോണം. ദൈവം സാക്ഷിയാക്കി മാറ്റി കേട്ടോ. ആൻസി എന്ന് പറയുന്ന മോൾ ഇപ്പൊ ഡെലിവറി ആയത് ട്വിൻസ് ആയിരുന്നേ. അപ്പോഴത്തേക്ക്
ഒരു കുഞ്ഞിന് എന്തോ പ്രിമച്വർ ബേബി ആയിട്ട് ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരിക്കുവാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്ന കുടുംബത്തെ ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. നമ്മുടെ പ്രാർത്ഥന അവർക്കൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. തീർച്ചയായിട്ടും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു സിസ്റ്റർ. ഞാൻ സാക്ഷി പറയുന്നു പറഞ്ഞാല് ഈ പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര സന്തോഷവും ഈ ബ്രദറിന്റെ ഈ പ്രാർത്ഥന നല്ല നിറവും സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകളിലും പോലെയല്ല, എന്തോ ഒരു സമാധാനമുണ്ട് ഇതിനകത്ത് കയറുമ്പോഴും, സന്തോഷവും നിറവും കിട്ടുന്നുണ്ട്. ഭയങ്കരമായ ഒരു അനുഗ്രഹവും ഉണ്ട്. ഇപ്പം എവിടെ ചർച്ചിൽ പോകുന്നതിനേക്കാളും എനിക്കിപ്പോ ഇതിനകത്ത് ഈ സുവിശേഷം കേൾക്കുമ്പോഴേ എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. സമാധാനം തന്നെ. ഒത്തിരി വചനങ്ങൾ പഠിക്കാനും സാധിച്ചു. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുള്ളതും പഠിച്ചു. പരിശുദ്ധാത്മാവിനോട് എങ്ങനെ അപേക്ഷിക്കണമെന്നും പഠിച്ചു. എല്ലാം പഠിച്ചു. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെ ഉപയോഗിക്കുന്നതാണ് സിസ്റ്ററെ. ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, കർത്താവിന്റെ കൃപയുള്ളത് കൊണ്ടാണ് നമുക്ക് ആ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും കൂട്ടായ്മ ബ്രദറിൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. നിങ്ങളെല്ലാവരെയും ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത് ദൈവമാണ്. ബൈബിളിൽ പറഞ്ഞ പോലെ പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക് വരികയില്ല. ആ പിതാവിൻ്റെ ആകർഷണവും കർത്താവിൻ്റെ സമാധാനവും നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് അത് അനുഭവിക്കാൻ പറ്റുന്നത്. ക്രിസ്തുവിൽ ഇനിയും വളരുവാൻ നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൽ അനേകർക്ക് പ്രയോജനമാകണം നമ്മൾ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, വളർത്തുന്നത് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനിയും വളരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. എന്റെ മോക്ക് വേണ്ടി അന്ന് ഞാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ഇങ്ങനെ സ്കാൻ ചെയ്ത്, അപ്പൊ അന്ന് നീർക്കെട്ടുണ്ട്, മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഓണം കഴിയുമ്പോൾ അത് വേറെ ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതിന് ഷുഗറുണ്ട്, ലിവറിന് പ്രശ്നമുണ്ട്. അപ്പൊ ഈ യൂട്രസിനും കൂടി ഇതായപ്പം ഭയങ്കര ഒരു പ്രയാസമാണ് എനിക്ക്. അതുപോലെ എൻ്റെ കൈ ഈ വെള്ളിയാഴ്ച ഡോറിനടക്കി പോയി കൈയുടെ നഖം എടുത്ത് കളഞ്ഞ് സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ്. അസ്ഥിക്ക് പൊട്ടലുണ്ട്. അപ്പൊ ഈ വിഷയത്തിന് പ്രത്യേകിച്ച് എൻ്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കർത്താവെ, സർജറി ഒന്നും കൂടാതെ, ഒരു അനർത്ഥവും കൂടാതെ രണ്ടുപേരെയും നിങ്ങൾ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൂക്ഷിക്കുന്ന വൻകൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന് നന്ദി പറയുന്നു. എല്ലാം നിറവിനോളം നിറഞ്ഞു വരട്ടെ, സൗഖ്യം നിറയട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ നിങ്ങൾ സാക്ഷ്യം പറയുവാൻ? പറഞ്ഞു സഹോദരങ്ങളെ. ഞാൻ ബ്രദറിനെ വിളിച്ച് പറഞ്ഞിട്ട് എന്റെ മോളുടെ കുഞ്ഞിന് എക്സീമായിട്ട്, കുഞ്ഞാണ് 6 മാസമുള്ളൂ, എന്നിട്ട് പ്രാർത്ഥന പറഞ്ഞ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് തമ്പുരാൻ മാറ്റി തന്നു. പൂർണ്ണ സൗഖ്യമായി. കർത്താവെ നന്ദി. യേശുവെ അങ്ങ് സൗഖ്യമാക്കി ഉറപ്പാക്കി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഒരെണ്ണം കൂടി ഉണ്ട് ബ്രദർ. എന്റെ കാര്യം സർജറിക്ക് ആദ്യം ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ണില് വേറെ എന്തോ ഒരു ബുദ്ധിമുട്ടും കൂടി അതുകൊണ്ടിട്ട് ലേസറാ ചെയ്ത. പക്ഷെ ഇപ്രാവശ്യം ചെയ്തിട്ട് ഒരു വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതും കർത്താവിന്റെ അനുഗ്രഹം തന്നെ. തീർച്ചയായിട്ടും ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇനിയും ദൈവം നമ്മളെ അനുഗ്രഹിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും എന്തോ പറഞ്ഞു? ബ്രദറെ, ഞാൻ ബ്രദറിന്റെ നമ്പർ, ലാസ്റ്റ് നമ്പർ 31171 എന്നുള്ള നമ്പറാണോ? 311. അതെ സിസ്റ്റർ. ഞാൻ കുറച്ച് ദിവസം, ഇപ്പൊ എത്ര ദിവസം, എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കുള്ളായെന്ന് തോന്നുന്നു, ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ നല്ല ചില പ്രയാസങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പൊ പ്രയറിൽ പറഞ്ഞാൽ അത് ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഞാൻ ബ്രദർ അതൊന്ന് നമ്പർ ഒന്ന് നോക്കണേ സമയം. ഒന്നും കൂടെ സിസ്റ്റർ, എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോ. എന്തേലും ഒരു എന്താ ഒന്ന് അയക്കണം കൂടെ. മെസ്സേജ് അല്ല, ഒന്നും കൂടെ എന്തേലും നമുക്ക് മനസ്സിലാകുന്ന രീതി കേട്ടോ. ഞാൻ പൊങ്ങി വന്നോളൂ. ഗോഡ് ബ്ലസ് യു. ഓക്കെ ബ്രദറെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.
കർത്താവ് അത്ഭുത മന്ത്രിയാണല്ലോ, ദൈവം വീരനാം ദൈവമാണല്ലോ. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം, ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. പത്തനംതിട്ടയിൽ 29 തീയതി നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. വൻ കൃപകളാൽ കർത്താവ് നിറയ്ക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ദൈവം അനുവദിച്ചാൽ നമുക്ക് വെള്ളിയാഴ്ച എല്ലാ പ്രാവശ്യത്തെ പോലെ അന്യഭാഷ പ്രാർത്ഥന ഉപവാസത്തോടു കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയും അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ശനിയാഴ്ച നമുക്ക് എന്താ പറയുന്നത് പ്രയർ സ്റ്റേഷൻ്റെ പത്തനംതിട്ടയിൽ പ്രാർത്ഥന നടക്കുന്നു. സെപ്റ്റംബർ 5 തീയതി UK നമുക്ക് പ്രാർത്ഥന നടക്കുന്നു. അത് കാനിങ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഈസ്റ്റ് ഹാം അല്ല, ഈസ്റ്റ് ഹാമിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഈസ്റ്റ് ഹാം നമ്മുടെ സഹോദരങ്ങൾ എന്നെ തിരുത്തി പറഞ്ഞത് ഈസ്റ്റ് ഹാം അല്ല, ഈസ്റ്റ് ഹാമിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ് കാനിങ് ടൗൺ എന്നുള്ളത്. UK ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്ട് നമ്പറിലേക്ക് ബന്ധപ്പെടുക. സെപ്റ്റംബർ 5 തീയതിയാണ് പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലുള്ളവർ 29 തീയതി YMCA വെച്ച് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. അതിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയോടെ തന്നെ വരിക. പ്രയർ സെഷനാണ്. രോഗികളെ കൂട്ടിക്കൊണ്ട് വരിക. വിടുതലുകളെ കർത്താവ് ചെയ്യും. വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ ഇടയായിത്തീരും. വൻ കൃപകളാൽ ദൈവം നിറയ്ക്കും. വൻ കൃപകളാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അവിടെ ഉണ്ടായി വരിക തന്നെ ചെയ്യും. ഒരനർത്ഥവും വരികയില്ല, ഒരു ബാധയും നമ്മുടെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന വചനം പറഞ്ഞത്. ആ വലിയ പ്രവൃത്തികളെ കാണാനും കേൾക്കാനും ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതിനൊപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രയർ സ്റ്റേഷൻ്റെ മീറ്റിങ്ങിന് വേണ്ടി വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിതയ്ക്കാം. നിങ്ങൾ ഈ കാണുന്ന നമ്പറുകളിലേക്ക് നിങ്ങളുടെ വിതകളെ നിങ്ങൾക്ക് കൊടുക്കാം. വിതയ്ക്കുന്നവർ കൊയ്യുമെന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയ കൃപകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കുമാറാകട്ടെ. വിതച്ചവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പോൾ പിതാവേ, പ്രത്യേകിച്ച് ഇന്ന് വരാൻ പോകുന്ന പ്രയർ സ്റ്റേഷനുകളിലേക്കും ആരൊക്കെയാണോ വിതയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളെ വിതയ്ക്കുക. കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകളിലേക്കും ഇതൊരു അനുഗ്രഹമായി തീരും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. അനുഗ്രഹ സാക്ഷിയായിട്ട് മാറട്ടെ. നമ്മുടെ പ്രയർ സ്റ്റേഷൻ മീറ്റിംഗ് 29 തീയതിയിലെ അന്ന് തന്നെയാണ് നമ്മുടെ പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് മീറ്റിംഗ്. രണ്ടും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. 10:30 രാവിലെ ആരംഭിക്കും പത്തനംതിട്ടയിൽ. അപ്പം ആഗ്രഹിക്കുന്നവരിൽ പങ്കുചേരുക. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. വൻ കൃപകളാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഉയർച്ച തന്നെ നമ്മൾ പ്രാപിക്കത്തുള്ളൂ. താഴോട്ട് നമ്മൾ പോകത്തില്ല. ഈ ദിവസം